അപ്പോൾ എങ്ങനെയാണ് ദൈവത്തിന്റെ അരുളപ്പാടുകൾ നമ്മൾ പ്രാപിക്കുന്നത് എന്ന വിഷയമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചുകൊണ്ടിരുന്നത്. പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രോഫറ്റ് നമുക്ക് ആലോചന പറഞ്ഞു തരേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു. അതല്ലെങ്കിൽ ഒരു പുരോഹിതൻ ഉറീമും തുമ്മീമും എടുത്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു ടെക്നോളജി, അതായത് ടെക്നോളജി എന്ന് പറയാൻ പറ്റില്ല, ദൈവികമായ ഏതെങ്കിലും ഒരു മാർഗം ഉപയോഗിച്ചിട്ട് ഒരു ദൈവഹിതം കണ്ടെത്തി കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് പ്രവാചകന്മാർ ഡയറക്റ്റ് അരുളപ്പാടുകൾ വഴി സംസാരിക്കുമായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഇറങ്ങി വരവിന് മുൻപുള്ള ഒരു സമയത്ത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ കാണുമ്പോൾ നമ്മൾ കാണുന്നത് അവർ ചീട്ടിട്ട് ഒരു 12ാമത്തെ ശിഷ്യനെ അവർ ചീട്ടിട്ട് തിരഞ്ഞെടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് ആത്മ വരുന്നതിന് മുമ്പാണ് ആ ഒരു പ്രോസസ്സ് നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് സ്വപ്നങ്ങളിലൂടെ കർത്താവ് സംസാരിക്കുമായിരുന്നു. യോസേപ്പിനോട് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ പുതിയ നിയമത്തിൽ യോസേപ്പിനോട് സംസാരിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തുവിന്റെ വളർത്തു പിതാവായ യോസേപ്പിനോടും ഇങ്ങനെ സ്വപ്നത്തിലൂടെ സംസാരിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതും ദർശനവും സ്വപ്നവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ആ ഒരു സ്വപ്നത്തിലൂടെ സംസാരിക്കുന്നതും ദർശനത്തിൽ കാണുന്നതും തമ്മിൽ രണ്ടാണ്. ഈ സ്വപ്നത്തിൽ കാണുക എന്ന് പറയുന്നത് മിക്കവാറും ഉറങ്ങിക്കിടക്കുമ്പോഴാണ്. ഈ ഉറങ്ങിക്കിടക്കുമ്പോൾ കാണുന്നതാണ് സ്വപ്നങ്ങൾ. ദർശനം എന്ന് പറയുന്നത് ഉറങ്ങിക്കിടക്കുമ്പോൾ കാണുന്നതല്ല. ദർശനം എന്ന് പറയുന്നത് നമുക്ക് അതർവൈസ് കാണാൻ പറ്റാത്ത ഒരു വിഷൻ നമ്മളെ ആത്മാവ് കാണിച്ചു തരുന്നതാണ്. സ്വപ്നത്തിനകത്ത് ഒത്തിരി അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കണം എന്നില്ല. നമ്മൾ തന്നെ ചിന്തിക്കുന്നത്. ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്, പല ചെറുപ്പകാലങ്ങളിൽ ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ സ്കൂള് ഒക്കെ രണ്ടാമതൊന്ന് പോയി കണ്ടു കഴിയുമ്പോൾ എന്റെ ഓർമ്മ പോലെ അല്ല, ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ അല്ലായിരുന്നോ, അതങ്ങനെയായിരുന്നു. പക്ഷെ നമ്മുടെ മൈൻഡിൽ ആ പിക്ചർ മാറിപ്പോയിട്ടുണ്ട്. അത് മാറുന്നത് നമ്മൾ അറിയുന്നില്ല. സ്വപ്നം അങ്ങനെയാണ്. സ്വപ്നം നമ്മൾ രാത്രി കാണുമ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇതുപോലെയാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് അങ്ങനെ ആവണമെന്നുണ്ടോ? ഇറ്റ്സ് എ വെരി ഫിക്കിൾ തിങ്. സ്വപ്നം എന്ന് പറഞ്ഞാൽ വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പല സ്വപ്നങ്ങളുടെ അർത്ഥം നമുക്ക് അറിയുകയില്ല. അപ്പൊ സ്വപ്നം എന്ന് പറയുന്ന ഒരു ഇന്നാഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു മെത്തഡാണ്. പ്രായമായവർ സ്വപ്നങ്ങളെ കാണും എന്ന് വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. അപ്പൊ ഈ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ചീട്ടിടുന്നത് അല്ലെങ്കിൽ ഒരു അനോയിന്റഡ് പ്രോഫിറ്റിന്റെ ശബ്ദം, അതല്ലെങ്കിൽ പിന്നീട് എന്ത് ശബ്ദങ്ങളാണ് പഴയ നിയമത്തിൽ എന്താ ഉള്ളത്? പുരോഹിതന്റെ ഉറീമും തുമ്മീമും വെച്ചുള്ള ആ ഒരു പ്രഡിക്ഷൻ. ഇതെല്ലാമാണ് നമ്മൾ ഈ ദൈവത്തിന്റെ കൽപ്പനകളെ അറിയാൻ വേണ്ടിയുള്ള പൊതുവായ മാർഗം. പിന്നീട് വിശുദ്ധന്മാരായ ആളുകളോട്, കർത്താവ് തെരഞ്ഞെടുത്ത ആളുകളോട് കർത്താവ് നേരിട്ട് വന്ന് ഇടപെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ മോശയെ നോക്കുമ്പോൾ മോശയോട് ദൈവം ഇടപെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നേരിട്ട് കർത്താവിന്റെ പ്രത്യക്ഷതയിലൂടെ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വിസിബിൾ, ഓഡിബിൾ ആൻഡ് വ്യൂവബിൾ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ ദൈവം ഇടപെടുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ആത്മാവിന്റെ അധിവാസത്തിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഈ ആത്മാവിന്റെ അധിവാസം വന്നു കഴിയുമ്പോൾ നമുക്കറിയാം, നമ്മളെ ഓരോരോ കൃപാവരങ്ങളാൽ സമ്പുഷ്ടരാക്കപ്പെട്ടാണ് നമ്മൾ കർത്താവിന്റെ സഭയോട് ചേരുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൃപാവരങ്ങളുണ്ട്. അത് ചിലത് സ്പെക്ടാക്കുലർ കൃപാവരങ്ങളാണ്, ലൈക്ക് പ്രൊഫസിങ്, ലൈക്ക് രോഗശാന്തി, ലൈക്ക് പരിജ്ഞാനത്തിന്റെ വരം, ഇങ്ങനെയുള്ള പല കൃപാവരങ്ങൾ നമുക്കുണ്ട്. എന്നാൽ ഈ സ്പെക്ടാക്കുലർ അല്ലാത്ത കൃപാവരങ്ങളുള്ളവരും, ഉദാഹരണത്തിന് ആളുകളെ സഹായിക്കാനുള്ള വരം, അതൊരു സ്പെക്ടാക്കുലർ വരമല്ല. എന്നാൽ ചില ആളുകൾ ഇങ്ങനെ സഹായിക്കുന്നതാണ് നമുക്ക് അത്ഭുതം തോന്നുകയും ചെയ്യും. എന്നാൽ അതൊരു അത്ഭുതകരമായ ഒരു സൂപ്പർ നാച്ചുറൽ ഗിഫ്റ്റ് ആയിട്ട് പലപ്പോഴും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ പുതിയ നിയമത്തിലെ പ്രോഫസീസിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. പുതിയ നിയമത്തിൽ പ്രോഫസീസ് ആവശ്യമാണ് എല്ലാ സഭകളിലും. നമ്മുടെ സഭയിലും ഞങ്ങളുടെ സഭകളിലെല്ലാം പ്രോഫസീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ ആഴ്ച ചർച്ചിൽ പറയുകയും ചെയ്തു, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രൊഫസി കർത്താവിനോട് പറയാനുണ്ടെങ്കിൽ, കർത്താവിന്റെ സഭയോട് പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ അതിന് സമയമുണ്ട് എന്ന് ഞാൻ സമയം കൊടുക്കുകയും ചെയ്തു. പക്ഷെ അതിൽ കൂടെ ഒരു വാക്യോടെ പറഞ്ഞു, വിവേചിക്കപ്പെട്ടിരിക്കും. കാരണം ഇത് പഴയ നിയമ പ്രൊഫസി പോലെ അനോയിന്റിങ്ങിന് വരുന്നതല്ല, കൃപാവരമാണ്. എല്ലാ കൃപാവരങ്ങളും വിവേചിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അപ്പോൾ പ്രൊഫസീസ് സഭകളിൽ അനുവദിക്കണം, പക്ഷെ പ്രൊഫസീസ് വിവേചിക്കപ്പെടണം. ഈ പ്രൊഫസീസ് വിവേചിക്കപ്പെടണം. എല്ലാ കൃപാവരങ്ങളും സഭയിൽ ഉണ്ടാകണം. അന്യഭാഷ പറയുന്നവരും വ്യാഖ്യാനിക്കുന്നവരും ഉണ്ടാകണം. പ്രോഫറ്റ്സ് ഉണ്ടാകണം. എല്ലാ കൃപാവരങ്ങളും വിവേചിക്കപ്പെടണം. അതല്ല എങ്കിൽ വലിയ അപകടം ഇന്നത്തെ സഭകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം യേശു ക്രിസ്തുവിന്റെ ജീവനില്ലാതെ, ആത്മാവിന്റെ യഥാർത്ഥ ഫങ്ഷൻ വെളിപ്പെടാതെ തന്നെ ഈ ഫെനോമിനൽ ആയിട്ടുള്ള കൃപാവരങ്ങൾ നമ്മൾ എക്സിബിറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അത് ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെയാണോ എന്ന് വിവേചിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥാവിശേഷം ഇന്ന് സംജാതമായിട്ടുണ്ട്. ഇന്ന് ഇത്തിരി മുമ്പ് ഞങ്ങളുടെ സഭയിലെ ഒരു സഹോദരൻ പറഞ്ഞ ഒരു കാര്യമാണ്. ബാംഗ്ലൂരിൽ ഒരു ചർച്ചിൽ ചെന്നപ്പോൾ അവര് ഭയങ്കര പ്രോസ്പെരിറ്റി ചർച്ചാണ്. പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ നാളത്തെ അഭിവൃദ്ധി, നിങ്ങളെ VIP കളിൽ ശുശ്രൂഷിപ്പിക്കും, ഇങ്ങനെയുള്ളതാണ്. പക്ഷെ അവർ പറയുന്ന ആത്മാവെന്നാണ് പറയുന്നത്.
അപ്പം നമ്മൾ ഇവിടുത്തെ IPC ഉള്ള ചില പിള്ളേര് ആ ന്യൂ ജനറേഷൻ പ്രൊഫസി ഉള്ള ചർച്ചിലാണ് പോകുന്നത്. അപ്പൊ അവരുടെ ഇദ്ദേഹം ചോദിച്ചു, നിങ്ങൾ IPC ചർച്ചിൽ നിന്ന് വന്നിട്ട് എന്തിനാണ് ഇങ്ങനെയുള്ള ചർച്ചകളിൽ പോയി ഇത് കേൾക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ആത്മാവിന്റെ ഭയങ്കര ശക്തി. ഏത് ആത്മാവായിരിക്കും അത്? ലോകത്തിന്റെ സ്വാധീനത്തിലേക്ക് അവരെ തള്ളിവിടുന്ന, ലോകത്തെ മോഹിപ്പിക്കുന്ന, ക്രിസ്തുവിന്റെ ഇടുക്കുവഴിക്കെതിരെ തിരിക്കുന്ന ഒരാത്മാവ്. ഇങ്ങനെ ഒരു ആത്മാവിന്റെ വ്യാപാരം നമ്മുടെ സഭകളിലുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ല. കാരണം ക്രിസ്തുവിലേക്ക് നയിക്കാത്ത, ലോകത്തിലേക്ക് നയിക്കുന്ന ഒരു സ്പിരിറ്റിന്റെ വ്യാപാര ശക്തി ഇന്ന് നമുക്ക് പല സഭകളിലും കാണാൻ പറ്റും. അതുകൊണ്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ, ഈ പ്രോഫിറ്റ്സ് പറയുന്ന കാര്യങ്ങൾ വിവേചിക്കാതെ പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടം എന്ന് പറയുന്നത് വി മേ ബി മിസ്ഗൈഡഡ്. എൻ്റെ ഒരു സുഹൃത്ത് 25-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തോട് ഒരു പ്രോഫറ്റ് പറഞ്ഞു, നിങ്ങളൊരു അമേരിക്കക്കാരിയെ കല്യാണം കഴിക്കും എന്നായിട്ട് ഞാൻ കർത്താവിന്റെ നാമത്തിൽ പ്രവചിച്ചു പറയാന്ന് പറഞ്ഞു. പാവം 14 വർഷം അമേരിക്കക്കാരിയെ കാത്തിരുന്നു, വന്നില്ല. അവസാനം പുള്ളിക്കാരൻ ഒരു ഇന്ത്യക്കാരി നേഴ്സിനെ കല്യാണം കഴിക്കേണ്ടി വന്നു 40-ാം വയസ്സിൽ. ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ എന്താ പറഞ്ഞത്? ഇന്ത്യക്കാരി നേഴ്സിനെ കല്യാണം കഴിക്കേണ്ടി വന്നു എന്നാ പറഞ്ഞത്. എന്താ അത് വലിയ കഷ്ടമാണ്. കാരണം പുള്ളി പ്രതീക്ഷിച്ചിരുന്നത് അതല്ല. അപ്പൊ കാത്തിരിക്കുന്ന ഈ ഒരു കാത്തിരിപ്പിലേക്ക് അയാളെ തള്ളിവിട്ടത്, അയാളുടെ 14 വർഷം എന്താ പറയുന്നത്, ഏകാന്ത പതികനെ പോലെ അയാളെ അലയാനിടയാക്കിയതും ഈ സ്വപ്നം കാണിക്കുന്ന പ്രവാചകന്മാരാണ്. അപ്പോ ഇനി ഇതിന്റെ ഈ പ്രോഫസീസിന്റെ ഒരു പ്രധാനപ്പെട്ട വാക്യം, പ്രോഫസീസ് സംബന്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാക്യം ഞാൻ നിങ്ങളോട് വായിച്ചേൽപ്പിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തില് 4-ാം വാക്യം മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ചില വാക്യങ്ങൾ, എല്ലാ വാക്യങ്ങളും വായിക്കുന്ന സമയത്ത്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീക വർധന വരുത്തുന്നു, പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നു. ഈ 2-ാം വാക്യത്തിൽ പറയുന്ന അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടൊത്ത് സംസാരിക്കുന്നു, എങ്കിലും അവൻ ആത്മാവിന്റെ ആര് തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിന്റെ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അപ്പൊ ഞാനിത് മനസ്സിലാക്കുന്നത്, ഇപ്പൊ ഞാൻ ടങ്സിൽ സംസാരിക്കും. ഈ ടങ്സിൽ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ വ്യക്തിയും വ്യക്തിപരമായി ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ വളരെയധികം അന്യഭാഷ പറയുന്ന ഒരാളാണ്. പക്ഷെ അത് പ്രൈവറ്റ് ലൈഫിലാണ് ഞാൻ കൂടുതൽ പറയാറുള്ളത്. പക്ഷെ അത് എങ്ങനെയാണ് ഈ അന്യഭാഷ നമുക്ക് ആത്മീയവർദ്ധന വരുത്തുന്നുള്ള കാര്യം നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും ബുദ്ധി അബലമാക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന് നമ്മുടെ ആത്മാവോട് നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ എഗ്രി ചെയ്യില്ലാത്ത പല കാര്യങ്ങളും പഠിപ്പിക്കാൻ സാധിക്കും. അതായത് when we have a divine communication to our spirit, the spirit of the Lord and our spirit, നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകാത്ത ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായും നമ്മൾ നാളെ നേരിടാൻ പോകുന്ന ഒരു പ്രോബ്ലത്തിൽ നമുക്കൊരു ഡിവൈൻ വിസ്ഡം ഈ ആത്മാവിന് നൽകിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. സോ വി ക്യാൻ ഗെറ്റ് ദാറ്റ് ഇൻഫർമേഷൻ ലേറ്റർ ഓൺ. അങ്ങനെ ആയിരിക്കാം. അപ്പൊ ആത്മീക വർധന വരുത്താൻ പലപ്പോഴും എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ ബുദ്ധിയെ അബലമാക്കേണ്ടി വരും. സോ ടങ് സ്പീക്കിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കമ്പണന്റ് ഇൻ അവർ സാങ്ക്ടിഫിക്കേഷൻ. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ തലത്തിലാണ്. അതായത് നമ്മുടെ ആത്മാവോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു, നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവോട് സംസാരിക്കുന്നു, ബുദ്ധി അബലമാക്കപ്പെട്ടിരിക്കുന്നു. അനദർ പേഴ്സൺ ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് ഹാപ്പനിങ്. ഇതാണ് ടങ്സിൽ സംഭവിക്കുന്നത്. പ്രൊഫസിയിൽ എന്താണ് സംഭവിക്കുന്നത്? എങ്ങനെയാണ് ഒരു സഭയിൽ പ്രൊഫസി ഉപയോഗിക്കപ്പെടേണ്ടത്? ഇന്ന് എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നത്? എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് ഉണ്ടാകുന്നത്? നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ അന്യഭാഷ പറയുമ്പോൾ വ്യാഖ്യാനം ഉണ്ടാകണം എന്നുള്ളൊരു കാര്യം അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് താഴോട്ട് വരുമ്പോൾ പറയാണ് 21-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. 21-ാം വാക്യം മുതൽ, അന്യഭാഷകളാലും അന്യന്മാരുടെ അധരങ്ങളാലും ഞാൻ ജനത്തോട് സംസാരിക്കുമെങ്കിലും അവർ എന്റെ വാക്ക് കേൾക്കുകയില്ല എന്ന കർത്താവ് അരുളി ചെയ്യുന്നത് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഒരു അന്യഭാഷയിൽ കർത്താവ് ഒരു ദൂത് കൊടുക്കുകയാണ്, അന്യന്മാരുടെ അധരങ്ങളോടെ സംസാരിക്കുകയാണ്. പക്ഷെ ഇവര് വിശ്വസിക്കുന്നില്ല, അൺബിലീവേഴ്സ് ആയിട്ടിരിക്കുന്നു. ഓക്കെ, അടുത്ത വാക്യം, അതുകൊണ്ട് അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല, അവിശ്വാസികൾക്ക് അത്രേ. അപ്പൊ അതിനർത്ഥം എന്താ? അന്യഭാഷ ആർക്കൊരു അടയാളമാണ്? അവിശ്വാസികൾക്ക് ഒരു അടയാളമാണ്. എന്തടയാളമാണ്? അന്യന്മാരുടെ ഭാഷയെ പറഞ്ഞാലും ഇവർ വിശ്വസിക്കില്ല എന്നുള്ളതിന്റെ അടയാളമാണ്. അങ്ങനെയല്ലേ? ഒന്നുകൂടെ വായിച്ചു നോക്കി. ഇപ്പൊ നമ്മുടെ സഭയിൽ അന്യഭാഷ ഒരു അവിശ്വാസി കേട്ട് കഴിഞ്ഞാൽ അവൻ എന്താ മനസ്സിലാകുന്നത്? ഒന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ അത് അവനൊരു അടയാളമാണ്. എന്താ അടയാളം? ഏത് ഭാഷയെ പറഞ്ഞാലും ഇവൻ ഇത് കേൾക്കുന്നില്ല. അപ്പൊ കർത്താവിന്റെ വചനം കേൾക്കാനോ അനുസരിക്കാനോ മനുഷ്യർക്ക് താല്പര്യമില്ല എന്നുള്ളതിന്റെ ഒരു അടയാളമാണ് എന്ത്? അന്യഭാഷ. ആർക്ക്? അവിശ്വാസിക്ക്.
അങ്ങനെയാണ് അന്യഭാഷ അവിശ്വാസിക്ക് അടയാളമാകുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കി, പ്രവചനമോ അവിശ്വാസികൾക്കല്ല, വിശ്വാസികൾക്ക് ഒരടയാളമാണ്. അടുത്ത വാക്യം വായിക്കുമ്പോൾ അത് കുറച്ച് മനസ്സിലാവും. സഭ എല്ലാവരും ഒരുമിച്ച് കൂടി എല്ലാവരും അന്യഭാഷ സംസാരിക്കുന്നെങ്കിൽ ആത്മവരമില്ലാത്തവർ അവിശ്വാസികളകത്ത് വന്നാൽ നിങ്ങൾ ഭ്രാന്തുണ്ടെന്ന് പറയുകയില്ലയോ? എല്ലാവരും പ്രവചിക്കുന്നെങ്കിലോ അവിശ്വാസി ആത്മവരമില്ലാത്തവനകത്ത് വന്നാൽ എല്ലാവരുടെ വാക്കിനാൽ അവന് പാപബോധം വരും, അവൻ എല്ലാവരാലും വിവേചിക്കപ്പെടും. അപ്പൊ പ്രവചനം ആർക്കുള്ളതാണ്? പ്രവചനം ആർക്കുള്ളതാണ്? പ്രധാനമായിട്ട് ആർക്കുള്ളതാണ്? ആരെങ്കിലും അവിശ്വാസിയോ ആത്മവരമില്ലാത്തവൻ അകത്ത് വന്നാൽ എല്ലാവരുടെ വാക്കിനാലും അവന് പാപബോധം വരും, അവൻ എല്ലാവരാലും വിവേചിക്കപ്പെടും. അപ്പൊ പ്രവചനം ആരെ ഉദ്ദേശിച്ചുകൊണ്ടാ? ബേസിക്കലി അതൊരു സഭയിലേക്ക് വരുന്ന ബാല്യം, അതായത് വിശ്വാസത്തിന്റെ ബാല്യകാലത്തിലാണ് ഈ പ്രോഫസീസ് ആവശ്യം. ഇപ്പൊ നിങ്ങളുടെ ചർച്ചിൽ ഒരു പ്രോഫറ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഫറ്റ് മെയിൻലി കാറ്റർ ചെയ്യുന്നത് അവിടുത്തെ പിള്ളേരോടാണ്, അതായത് ശിശുക്കൾ. കാരണം അവർക്ക് ദൈവത്തിന്റെ പരിജ്ഞാനത്തെ പ്രാപിക്കാൻ തക്കതായ പരിജ്ഞാനമില്ലാത്ത ശിശുക്കളോടാണ് ഈ പ്രവചനം പറയേണ്ടത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, അഗബോസ് പൗലോസിനോട് പ്രവചിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അഗബോസ് പൗലോസിനോട് പറയാണ്, ഈ ഉത്തിരീയത്തിന്റെ ഉടമയെ യഹൂദന്മാർ ജാതികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു, അപകടം ഉണ്ടാകുമെന്നും അഗബോസ് പ്രവചിക്കുന്നു. യെരുശലേമിലേക്ക് പോകുമ്പോൾ പൗലോസിന് സംഭവിക്കുമെന്ന് അഗബോസ് മാത്രമല്ല അവിടെയുള്ള സകല പ്രവാചകന്മാരും പറയുന്നു. ആ പ്രവചനം കൊണ്ട് പൗലോസിന് എന്ത് മാറ്റമാണ് ഉണ്ടായത്? പൗലോസ് അവന്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവും വരുത്തിയില്ല. അതിന്റെ കാരണം, പൗലോസിന്റെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന പ്രോഫറ്റ്സ് അല്ല, അത് കർത്താവ് ഓൾറെഡി അവന് നൽകിയിട്ടുണ്ട്. ഹി റിസീവ്സ് ദാറ്റ് ഇൻ ദിസ് ഹോളി സ്പിരിറ്റ്. ഹി നോസ് ഹി നീഡ്സ് ടു ഗോ. യെരുശലേമിലേക്ക് പോകണം എന്നുള്ളത് പൗലോസിന് നേരത്തെ അറിയാം. ആ തീരുമാനത്തെ മാറ്റാൻ ഒരു പ്രോഫറ്റിന് സാധിക്കില്ല. തന്നെയല്ല, ആ പ്രോഫറ്റ്സ് ഒന്നും അവിടെ വന്നിട്ട് പറയുന്നില്ല നീ പോകരുതെന്ന്. അത് പറയാനുള്ള റൈറ്റ് പ്രോഫറ്റ്സിനില്ല. പ്രോഫറ്റ്സിന് നീ പോകരുതെന്ന് പറയാനുള്ള റൈറ്റ് ഇല്ല. കാരണം പോണോ വേണ്ടയോ എന്ന് എന്നോട് ദൈവത്തിന്റെ ആത്മാവാണ് പറയുന്നത്. അപ്പോൾ ഐ ഷുഡ് ബി ലിസണിങ് ടു ഗോഡ്. ദാറ്റ്സ് വാട്ട് വി കോൾ ഡിവൈൻ വിസ്ഡം. പുതിയ നിയമത്തിലെ പ്രോഫസീസ്, പഴയ നിയമത്തിലെ പ്രോഫസീസിനകത്ത് ഒരു ഹെൽപ്ലെസ്നെസ് ഉണ്ട്. കാരണം ഇപ്പൊ ദൈവം മോശയോട് സംസാരിക്കുന്നു, മോശയോട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഈസ് നോട്ട് സ്പീക്കിംഗ് ടു എനിവൺ എൽസ്. അപ്പോൾ ഒരാൾ മോശയ്ക്കെതിരെ നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദൈവത്തിനെതിരെ നിൽക്കുന്നത്. കാരണം ദൈവം വേറെ ആരിലൂടെ സംസാരിക്കുന്നില്ല. എന്നാൽ ഇന്ന് അങ്ങനല്ല. ഇന്ന് നമ്മുടെ സഭയിലുള്ള ഓരോ കുഞ്ഞിലൂടെയും ദൈവത്തിന് സംസാരിക്കാൻ പറ്റും. കാരണം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ അവന്റെ സത്യത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന് അനേകം കരങ്ങളിലൂടെ സംസാരിക്കാൻ പറ്റും. സോ എ പ്രോഫറ്റ് നീഡ്സ് ടു ബി ഡിസൈൻഡ്. ഒരു പ്രോഫസി എന്തെങ്കിലും ഒരു പ്രോഫറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ വിവേചിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്കും ദൈവത്തിന്റെ ആത്മാവുണ്ട്, നമ്മോടും ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നുണ്ട്. ഈ പരിജ്ഞാനത്തിലേക്ക് പോകും തോറും ഒരു പ്രോഫറ്റിന് എന്നോടൊന്നും പറയേണ്ടാത്ത ഒരു ആവശ്യം വരും. സോ ദാറ്റ് ഷോസ് അവർ ഗ്രോത്ത്. ഉദാഹരണത്തിന്, അടുത്ത ആഴ്ച നിന്നെ കുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാനൊരു ശവപ്പെട്ടി കാണും. എനിക്കത് പ്രശ്നമില്ല. എന്തുകൊണ്ട് പ്രശ്നമില്ല? നിങ്ങൾക്ക് പ്രശ്നമാണോ? കാരണം we have outgrown it. അതായത് ഞാൻ കിടക്കുമ്പോൾ ജീവിച്ചിരുന്ന മരിച്ചാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. വി ആർ നോട്ട് കൺസേൺഡ് ആസ് ടു വാട്ട് വിൽ ഹാപ്പൻ ടുമോറോ. നാളെ കുറിച്ചുള്ള ഭാരമില്ല. നാളെ മഴ പെയ്യുമോ, നാളെ വേനലാകുമോ, നാളെ ജോലി കാണുമോ, അല്ലെ, നാളെ എന്താ പറയുന്നത്, പിള്ളേരുടെ പരീക്ഷയിൽ പാസ്സാകുമോ? നിങ്ങൾക്ക് ഉത്കണ്ഠയുണ്ടോ? ടെൻഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പ്രോഫിറ്റ് എടുത്ത് പോയിട്ട് എങ്ങനെയാവും പാസ്റ്ററെ ഒന്ന് പറഞ്ഞു തരാൻ ചോദിക്കും. ഉത്കണ്ഠ ഇല്ലെങ്കിലോ, എന്ത് വന്നാലും കുഴപ്പമില്ല, കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യമാണുള്ളതെങ്കിലോ, എന്നുള്ളത് വളർന്നിട്ടുണ്ടെങ്കിലോ, അങ്ങനെ വരുമ്പം ഈ പ്രോഫസീസ് കൊണ്ട് നമുക്ക് ഒരു പ്രോഫിറ്റിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യം നമുക്ക് ഉണ്ടാകുന്നില്ല. വി ഇൻവേർഡ്ലി ലിസൺ ടു വാട്ട് ദ ഹോളി സ്പിരിറ്റ് ടെൽസ് us ബൈ ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. ഇതാണ് സാന്റിഫിക്കേഷന്റെ തലത്തിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും, when we grow into maturity, ഈ നമ്മുടെ കേൾക്കുന്ന ശബ്ദങ്ങൾ എന്ന് പറയുന്നത് ആന്തരികവും ആത്മീകവുമായിരിക്കും. ഇതാണ് അപ്പോസ്തലന്മാർ തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരുന്ന ശബ്ദങ്ങൾ. ദേ നോ വാട്ട് ദേ ഷുഡ് ലിസൺ ടു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് എല്ലാവരോടും സംസാരിക്കും എന്നുള്ളതാണ് പുതിയ നിയമം. അതേ സമയത്ത് സപ്പോസ് എ പേഴ്സൺ ഈസ് ഇൻസെൻസിറ്റീവ് ടു സിൻ, പാപത്തിൽ തുടരുന്നു. അപ്പൊ ദൈവത്തിന്റെ ശബ്ദം അവന് കേൾക്കാൻ പറ്റുന്നില്ല, ചെവി മന്ദമായി പോയിരിക്കുന്നു. ചെവി മന്ദമായവർക്ക് എന്ത് വേണ്ടി വരും? ഈ പ്രോഫറ്റ് എന്ന് എഴുന്നേൽപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ശാസനയുടെ ശബ്ദം കൊടുക്കേണ്ടി വരും. അതെല്ലാം സഭയിൽ ഉണ്ടാകണം. പക്ഷെ അവൻ മെച്യൂരിറ്റി പ്രാപിക്കുന്നു തോറും നാളെ എടുത്തു മാറ്റപ്പെടുകയും നാളെ കുറിച്ചുള്ള എടുത്തു മാറ്റപ്പെടുകയും അവൻ ഓരോ നിമിഷവും ഞാനല്ല വരികയും ചെയ്യും. ഓക്കെ, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചാറ്റ് വിൻഡോയിൽ ഇടാവുന്നതാണ്. കാരണം ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ സഭകളിലേക്ക് ആളുകൾ വരുമ്പോൾ അവർക്ക് ഒരു പരിജ്ഞാനം
പരിജ്ഞാനവും പ്രാപിക്കാനുള്ള ഈ പരിജ്ഞാനത്തിന്റെ വചനം പ്രാപിക്കുക എന്ന് പറയുന്ന ഒരു മെച്യൂരിറ്റി ആവശ്യമാണ്. നോട്ട് ഈസി നമുക്ക് ഇങ്ങോട്ടും നടത്തപ്പെടുന്ന ഒരു ബാല്യകാലം എല്ലാവർക്കും ഉണ്ട്. സോ ദിസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് കമ്പണന്റ് ഇൻ പ്രൊഫറ്റിക് ഗിഫ്റ്റുകൾ. അതായത് ഓരോ പ്രൊഫസീസിലൂടെ ഓരോ ആത്മീയ വരങ്ങളിലൂടെ ദൈവം നമ്മളെ നടത്തുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ബ്രേക്കിംഗ് ഉണ്ട് സൗണ്ടിന്. പ്രൊഫസീസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ സഭകളിലും എല്ലാ കൃപാവരങ്ങളും, ഒരു സഭയിൽ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഇൻ ദാറ്റ് ചർച്ച് എവറി ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഷുഡ് ബി ഇൻ യൂസ് ആൻഡ് ഡിസെൻഡ്. ഞാനിത് ഈ പ്രൊഫസീസിനെ കുറിച്ച് എനിക്ക് വളരെ ഗുരുതരമായ ചില സംശയങ്ങളുണ്ട്. ഈ ഗിഫ്റ്റുകളുടെ ഇന്നത്തെ ഓപ്പറേഷൻസിനെ കുറിച്ചും എനിക്ക് ചില ഗൗരവപരമായ സംശയങ്ങളുണ്ട്. അതായത് ഞാൻ ഒന്ന് രണ്ട് ശുശ്രൂഷകളിൽ പോകുന്ന സമയത്ത് എനിക്ക് ഉണ്ടായിട്ടുള്ള ചില ഡിസൈൻമെന്റ്സ്, ഇത് ഏത് ആത്മാവിനാലാണ് എന്നുള്ള ചില ഡിസൈൻമെന്റ്സ് എനിക്ക് മനസ്സിലാക്കി തന്നത്, മോസ്റ്റ് ഓഫ് അവർ ചർച്ചസ് ക്രിസ്തുവിന്റെ ആത്മാവല്ല വ്യാപരിക്കുന്ന എന്നുള്ളതാണ്. എല്ലാ ചർച്ചകളിലുമല്ല, ഒരു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കാത്ത, ആ സുവിശേഷം വെളിപ്പെടാത്ത സഭകൾ അനേകം അങ്ങനെയുള്ള സഭകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഞാനും എൻ്റെ സഭയിലുള്ള ഒരു സഹോദരനും കൂടെ ഒരു ദിവസം ട്രിവാൻഡ്രത്തുള്ള ഒരു പാസ്റ്റേഴ്സ് കോൺഫറൻസിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞു. ഫസ്റ്റ് സെഷൻ കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. ബ്രേക്കിന്റെ സമയത്ത് അവിടുത്തെ ഉള്ളൊരു പാസ്റ്റർ വർഷിപ്പ് ലീഡ് ചെയ്യായിരുന്നു. വർഷിപ്പ് ലീഡ് ചെയ്ത് അന്യഭാഷയിൽ ലീഡ് ചെയ്തു. അപ്പൊ ഈ അന്യഭാഷ കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ദൈവത്തിന്റെ ആത്മാവ്, ഒരു ഡൗട്ട്, ഒരു ക്വസ്റ്റ്യൻ, ഒരു വിവേചനം, ഇത് ദൈവത്തിന്റെ ആത്മാവിലുള്ളതല്ല എന്നുള്ളൊരു ഉൾവിളി എൻ്റെ ഉള്ളിലുണ്ടായി. ഇപ്പൊ ഞാൻ എൻ്റെ അടുത്തിരുന്ന സഹോദരനോട് പറഞ്ഞു, ഇനി ഇദ്ദേഹം അന്യഭാഷ നിർത്തിയിട്ട് പറയുന്ന ലോകത്തിന്റെ കാര്യമായിരിക്കും. കാരണം ദിസ് സ്പിരിറ്റ് ഡസ് നോട്ട് ബിലോങ് ടു ദ ലോർഡ്. അദ്ദേഹം ഇങ്ങനെ പറയാണ്, നമുക്ക് ക്രൂശിന്റെ വഴി എന്ന് കർത്താവ് കാണിച്ചു തന്നിരിക്കുന്നു, നമുക്ക് ക്രിസ്തുവിന്റെ ജീവനാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വർഷിപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അന്യഭാഷ പറഞ്ഞു. അന്യഭാഷ പറഞ്ഞിട്ട് അതിനുശേഷം പുള്ളി പറഞ്ഞതെന്നറിയോ? നിങ്ങളുടെ വഴികളെ അടച്ചു കളയുന്ന സാത്താൻ ഇതാ വഴി, പുതിയ വഴി കർത്താവ് തുറന്നു. അപ്പൊ ലൈഫിലേക്ക് പോയി. എങ്ങോട്ട്? ഏത് ലൈഫിലേക്ക് പോയി? നമ്മൾ നിത്യമായതിനെ കണ്ടെത്താൻ എന്തിനെ ഉപേക്ഷിക്കണമെന്ന് പറയുന്നു, അതേ പരിപാടിയിലേക്ക് പോയി. അതായത് ഈ ടങ് സ്പീക്കിംഗ്, നിങ്ങൾ ഇനി ഒരു എക്സാമ്പിൾ ഞാൻ പറയും വിവേചിക്കാൻ വേണ്ടി. ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ സംഭവിച്ചേക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പൊ ഒരു പ്രോഫറ്റ് സഭയിൽ വന്നെന്ന് വിചാരിച്ചു, അദ്ദേഹം ക്രൂശിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. അരമണിക്കൂർ ക്രൂശിനെ കുറിച്ച് നല്ല ഒന്നാം തരം. അപ്പൊ നമ്മൾ വിചാരിക്കണോ യേശു ക്രിസ്തുവിനെ കുറിച്ചാണല്ലോ പറയുന്നത്, രക്ഷയെക്കുറിച്ചാണല്ലോ പറയുന്നത്, അവന്റെ മരണത്തെ ആണല്ലോ പ്രസ്താവിക്കുന്നത് ഒക്കെ ചിന്തിക്കുക. ചിന്തിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം പ്രൊഫസി ചെയ്യാൻ വേണ്ടി ടങ്സ് സംസാരിച്ചുകൊണ്ട് പ്രൊഫറ്റിക് സ്പിരിറ്റില് ഇറങ്ങി ജനങ്ങളിലേക്ക് വരുന്നു. പിന്നെ പറയുന്ന മുഴുവൻ ലോകം നിങ്ങളെ വഴി തടയുന്നതിനെ ഓടിക്കുന്നു, നിങ്ങൾക്ക് ഗൾഫില് അല്ല അമേരിക്കയിലെ കാനഡയിലെ തണുപ്പുള്ള രാജ്യത്തേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നു. ഇത് എവിടെ നിന്ന് വരുന്ന സ്പിരിറ്റ്? ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നതല്ലോ. അല്ല. സോ ദിസ് സ്പിരിറ്റ് ഓഫ് ദ വേൾഡ് ഈസ് ഇൻ ഓപ്പറേഷൻ ഇൻ മെനി ചർച്ചസ്. ഇത് നമ്മൾ വിവേചിക്കുന്നവർ സഭയിൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് ആത്മീക കൃപാവരങ്ങൾ, അത് പ്രൊഫസീസ് ആയാലും ടങ്സ് ആയാലും, ഇത് കർത്താവിന്റെ ആത്മാവാണോ അതവിടെ വിതരണം ചെയ്തിരിക്കുന്നതെന്നും അവിടെ ക്രൈസ്റ്റ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു ജീവന്റെ ശുശ്രൂഷയാണോ നടക്കുന്നതെന്നുള്ളതും വിവേചിക്കുവാൻ നമ്മുടെ സഭയിൽ വിവേചനത്തിന്റെ വ്യാഖ്യാനിക്കുന്നവരുടെ, വിവേചിക്കുന്നവരുടെ ആത്മാവുള്ള ആ കൃപാവരമുള്ള സഹോദരങ്ങൾ ഉണ്ടാകണം, ശുശ്രൂഷകരുണ്ടാവണം. എങ്കിൽ മാത്രമേ ഈ സഭയെ അപകടത്തിൽ നിന്ന് തടയാൻ സാധിക്കുള്ളൂ. കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചപ്പം ഞാൻ രാവിലെ തൊട്ട് ഉച്ച വരെ ഞാൻ പ്രസംഗിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, വൈകിട്ട് ആരാ പ്രസംഗിക്കുന്നത്? വൈകിട്ട് പ്രസംഗിക്കുന്ന ഏതോ ഒരു പ്രോസ്പെരിറ്റിക്കാരൻ. ഞാൻ പറഞ്ഞു, എന്നെ ഒഴിവാക്കുക, അല്ല അദ്ദേഹത്തെ ഒഴിവാക്കുക. യു സെലക്ട് വൺ, ബിക്കോസ് ദീസ് ആർ ടു ഡിഫറെന്റ് തിങ്സ്. ഇത് രണ്ടും രണ്ട് സാധനമാണ്. ഒന്ന് ലോകത്തിനുള്ളതാണ്. ഈ
ഉള്ളതിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ മോഹിപ്പിക്കുകയും ലോകത്തിലേക്ക് നിങ്ങളെ കൂടുതൽ കൂടുതൽ ആകർഷിപ്പിക്കുകയും ചെയ്യുന്ന ആത്മാവ് ഏതാണ്? അത് ദൈവത്തിന്റെ ആത്മാവല്ല. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനാലുള്ള ഒരു പുതിയ ഉണർവ് നമ്മുടെ സഭകളിൽ ഉണ്ടാകണമെങ്കിൽ, ആത്മാവിന്റെ പുതിയ കൃപാവരങ്ങൾ, അത് ക്രിസ്തുവിലേക്ക് നമ്മളെ നടത്തുന്ന പ്രോഫസീസ് ഉണ്ടാകണമെങ്കിൽ, ഡെലിവറൻസസ് ഉണ്ടാകണമെങ്കിൽ, പാപത്തിന്റെ ബന്ധനങ്ങൾ അഴിയണമെങ്കിൽ, അടിമത്തം, അഡിക്ഷൻസ് ഇതെല്ലാം പോകണമെങ്കിൽ, ഈ ക്രിസ്തുവിന്റെ ആത്മാവിന്റെ ഒരു വ്യാപാര ശക്തി, അവന്റെ ധനം, ആ അത്യന്ത ധനത്തിന്റെ ഒരു വ്യാപാര ശക്തി നമ്മുടെ സഭകളിൽ ഉണ്ടാകണം. ഇന്ന് ഉണർവെന്നും ആത്മാവെന്ന് പറയുന്ന കുറെ ശബ്ദങ്ങളെയും മ്യൂസിക്കിനെയുമാണ് ഈ ഉണർവെന്ന് വിളിക്കുന്നത്. അതല്ല ഉണർവ്. ഉണർവ് എന്ന് പറയുന്നത് ആത്മാവ് നമ്മളെ ക്രിസ്തുവിന്റെ ജീവന് വേണ്ടി ദാഹിപ്പിക്കുന്ന, ആ തലത്തിലേക്ക് നമ്മളെ എത്തിപ്പിക്കുന്ന കൃപാവരങ്ങളോടുകൂടിയോ അതല്ലാതെ വചനത്തിന്റെ വെളിപ്പാടിനാലോ ഉള്ള, അതെല്ലാം കൃപാവരമാണ്. ഇതെല്ലാം ചേർന്നുള്ള ഒരു പ്രോസസ്സിംഗ് ആണ് ഒരു സഭയിൽ നടക്കേണ്ടത്. ആ ഒരു ഗ്രോത്ത് ആണ് ഒരു സഭയിൽ നടക്കേണ്ടത്. ഇനി നമ്മൾ കർത്താവിനെ എങ്ങനെ കേൾക്കാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ ചിന്തിക്കാം. സോ ഞാൻ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. ഞാനിപ്പം മല്ലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ഇവിടെ അടുത്ത് ഒരു സഭയിൽ ഞാൻ റെഗുലറായിട്ട് പോകുമായിരുന്നു. അപ്പോൾ അടുത്തൊരു പാസ്റ്റർ പറഞ്ഞൊരു എക്സ്പീരിയൻസ്, വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ സഭയിൽ, ഒരു 4 വർഷമായി കാണും, സഭയിൽ ഒരു സഹോദരിക്ക് ദുരാത്മാവ് ഇളകി. ഈ ദുരാത്മാവ് ഇളകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ സഭയിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ ഈ വീട്ടിലും സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്ന ഈ വീട്ടിലും സംഭവിച്ചിട്ടുണ്ട്. എറണാകുളത്ത് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലും സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീടല്ല, തൽക്കാല താമസത്തിനുള്ള വീട്. അപ്പോ ഇവിടെ ഒരു ദുരാത്മാവ് ഇളകി പോയിട്ടുണ്ട് ഈ വീട്ടിൽ വെച്ച്, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ്. അപ്പൊ ഈ ദുരാത്മാവ് ആക്റ്റീവ് ആയിരിക്കുമ്പോൾ അവർക്ക് ഒരിക്കലും യേശുക്രിസ്തുവിനെ കൺഫസ് ചെയ്യാൻ പറ്റില്ല. നേരത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും, നേരത്തെ കർത്താവെന്ന് ഭയങ്കര തീക്ഷ്ണമായിട്ട് സ്നേഹത്തോടെ പറയുന്നവരായിരിക്കും. പക്ഷെ ഈ ദുരാത്മാവ് എപ്പോൾ ആക്റ്റീവ് ആവുന്നോ അപ്പോൾ അവർക്ക് യേശുക്രിസ്തുവിനെ കുറിച്ചോ ക്രൂശിനെ കുറിച്ചോ ഒന്നും പറയാൻ പറ്റില്ല. അവർക്ക് ഭയങ്കര തലവേദനയാണ്, അസ്വസ്ഥതയാണ്. യേശുവിനെ കുറിച്ച് പറയുമ്പോഴേക്കും അവർ തലകറങ്ങുന്നു, അലറി വിളിക്കുന്നു, ബോധം കെടുന്നു. അല്ലെ? ശരിയാണോ? ശരി. അപ്പൊ ഇത് എപ്പോ ആക്റ്റീവ് ആയിരിക്കുന്നു അപ്പൊ നമുക്ക് ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് ദൈവിക മർമ്മങ്ങളൊന്നും പറയാൻ പറ്റില്ല. യേശുക്രിസ്തു ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് 5 ഇയേഴ്സ് ആയി കാണുമായിരിക്കും, 5 ഇയേഴ്സ് മേളിലായെന്ന് തോന്നുന്നു. ഒരു സഹോദരി, ഒരു പെന്തക്കോസ്റ്റ് ചർച്ച് വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹോദരിയാണ്. വീട്ടിൽ വന്ന് ഞങ്ങളുടെ മൂത്ത മോൾക്ക് ഒരു ഡെലിവറി ആയിട്ട് നോക്കാൻ വേണ്ടി വന്ന ഒരു സഹോദരിയാണ്. അപ്പം പുള്ളിക്കാരി ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ എൻ്റെ ഭാര്യയോട് പറയും, ഞാൻ നിന്നെ കൊന്നുകളയും. വെറുതെ ഇരുന്നു. അപ്പൊ എൻ്റെ ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞു, ഇവർക്ക് എന്തോ ദുരാത്മാവുണ്ട്, എന്താണ്? വൈകിട്ടൊന്ന് സുവിശേഷം പറഞ്ഞു. വൈകിട്ട് മീറ്റിംഗ് ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, യേശുക്രിസ്തു നമ്മുടെ പാവങ്ങൾക്കായി മരിച്ചു, വിശ്വസിക്കുന്നുണ്ടോ? ഒരു 5 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞപ്പം ഇവർ പറഞ്ഞു, പാസ്റ്ററെ, വചനം എന്തെങ്കിലും കേൾക്കാൻ തുടങ്ങുമ്പോഴേക്കും എൻ്റെ ചെവി അങ്ങ് അടഞ്ഞു പോവുക, എനിക്ക് പിന്നെ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു ഒന്നും കേട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്നും കേൾക്കേണ്ട, ഒറ്റ കാര്യം മാത്രം, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഞാൻ ശുദ്ധിയുള്ളവനാണെന്ന് പറയാൻ പറ്റും. അവരാലറി വിളിച്ചുകൊണ്ട് നിലത്തോട്ടങ്ങിരുന്നു. എന്റെ തല ഇപ്പൊ പൊട്ടിപ്പോകും. കാരണം വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഞാനിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്പിരിറ്റ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ദേ കനോട്ട് കൺഫസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ്. യേശു ക്രിസ്തുവിനെ കർത്താവ് എന്നവർക്കപ്പോൾ കൺഫസ് ചെയ്യാൻ പറ്റില്ല. ആ ദുരാത്മാവ് അടങ്ങി കഴിയുമ്പോൾ കൺഫസ് ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പമില്ല. പക്ഷെ ആ ആത്മാവിന് എന്ത് ചെയ്യാൻ പറ്റില്ല? യേശു ക്രിസ്തുവിനെ കർത്താവ് എന്ന് കൺഫസ് ചെയ്യാൻ പറ്റില്ല. ഇനി ഞാൻ ഈ പ്രോഫറ്റ്സിന്റെ ഈ മിനിസ്ട്രിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഒരു കോൺട്രവേഴ്സ്യൽ ആവുമായിരിക്കും. ഇവര് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് യേശുവിനെ കൺഫസ് ചെയ്യാൻ പറ്റും, ക്രൂശിനെ കുറിച്ച് പറയാൻ പറ്റും, പുതിയ നിയമത്തെ കുറിച്ച് പറയാൻ പറ്റും. പക്ഷെ ഇവരെപ്പോഴാണോ ശുശ്രൂഷയുടെ ആത്മാവ് അവരെ ബാധിക്കുന്നത്, അതായത് അവരെ ശുശ്രൂഷയിലേക്ക് ഇറങ്ങുന്നത്, പ്രോഫസി തുടങ്ങുന്നത്, പിന്നെ കർത്താവും ഇല്ല, ക്രൂശും ഇല്ല, കഷ്ടതയില്ല, വിശുദ്ധീകരണമില്ല, ഒന്നുമില്ല. പിന്നെ ഉള്ളത് കാനഡയിലുള്ള വിസ, എന്താ, സമ്പത്തുകളിൽ നിന്ന് വിടുതൽ, രോഗത്തിൽ നിന്ന് വിടുതൽ, ഈ ലോകത്തെ സമ്പത്ത്, സമൃദ്ധി, ഈ ലോകത്തിലേക്ക് അതങ്ങ് തിരിഞ്ഞു പോവാ. അവർക്ക് അതിനിടയ്ക്ക് ക്രൂശിനെ കുറിച്ചോ ക്രിസ്തുവിനെ കുറിച്ചോ മിണ്ടാൻ പോലും കഴിയില്ല. വിവേചിച്ചു നോക്കും. ഇനി നിങ്ങൾക്ക് വിവേചിക്കാൻ ഒരുപക്ഷെ നിങ്ങളുടെ സഭയിൽ അത് സാധിക്കില്ലായിരിക്കാം. നിങ്ങൾക്ക് എവിടെയെങ്കിലും വെച്ച് അതിനുള്ള അവസരം കിട്ടും. ഇങ്ങനെയുള്ള സാധനങ്ങൾ വരുമ്പം ഇത് ഏത് സ്പിരിറ്റ് ആണെന്ന് വിവേചിച്ചിരിക്കണം. that spirit which attracts you to this world. തന്നെയല്ല, ഇതിന് വേറൊരു ബേസിക് പ്രിമൈസ് ഉണ്ട്. അതെന്താണെന്നറിയാമോ? ഈ ലോകം നന്നായി വരുമെന്നാണ് നമ്മളോട് പറയുന്നത്. അടുത്ത വർഷമാകുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആകും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അടുത്ത വർഷമാകുമ്പം നമ്മുടെ ലോകം കുറച്ചുകൂടെ ബെറ്റർ ആവും. കൊറോണ പോയി കഴിഞ്ഞാൽ അടുത്ത ഒരു രോഗമില്ലാത്ത വൈബ്രേഷൻ ലോകം വരാൻ പോകുന്നു. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ?
നടക്കില്ല. അത് കഴിയുമ്പം മങ്കി പോക്സ്, ഇത് കഴിയുമ്പം അടുത്തത്. കാരണം ഈ ലോകം നന്നാവാൻ പോകുന്നില്ല എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നമുക്ക് വേറൊരു ലോകമുണ്ട്. ആ ലോകത്തിലേക്ക് പ്രത്യാശ തരാത്ത എല്ലാ ആത്മാവും വ്യാജമാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ, അതിലൊരു ശുശ്രൂഷ ഉണ്ടാകുമ്പോൾ, ഒരു പ്രവചനം ഉണ്ടാകുമ്പോൾ, ഒരു 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 വെളിപ്പാടുണ്ടാകുമ്പോൾ, ഒരു അരുളപ്പാടുണ്ടാകുമ്പോൾ, ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകുമ്പോൾ, അത് നിത്യതയുടെ തേജസ്സുമായിട്ട് കണക്ട് ആകുന്നില്ലെങ്കിൽ, ഞാനിത് പറയാൻ കാരണം പെന്തക്കോസ്തിൽ ഒരു 50-60 വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഭയങ്കര ഫോഴ്സ്ഫുൾ ആയിരുന്നു. അതായത് ഈ ആത്മാവിന്റെ പ്രസൻസും നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശയും. ആത്മാവിന്റെ വ്യാപാരം എവിടെയുണ്ടോ അവിടെയല്ല ഈ ലോകത്തോട് നമുക്കൊരു അവേർഷന തോന്നുന്നത്. നമുക്ക് കർത്താവിന്റെ നിത്യതയോടുള്ള ഒരു കൊതി നമ്മുടെ ഉള്ളിലേക്ക് വരുത്തുന്നതാണ് ഈ ആത്മാവ് ചെയ്യുന്നത്. അതിൽ നിന്നാണ് പ്രൊഫസീസ് ഉണ്ടാകേണ്ടത്. സോ വി ഹാവ് എ പ്രോബ്ലം വെൻ വി ആർ ഫോളോയിങ് അതേഴ്സ് ബ്ലൈൻഡ്ലി. അത് പെന്തക്കോസ്തിൽ ഇന്ന് ഇത്രയും സുവിശേഷം എടുത്തു മാറ്റപ്പെടാൻ ഉള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ വിവേചനമില്ലാതെ ശബ്ദത്തെ വിശ്വസിച്ചുകൊണ്ട്, അവരുടെ ആ തീഷ്ണതയെ വിശ്വസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ചിലരുടെ വീരകഥകളെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അവരെ ബഹുമാനിച്ചു, അവർക്ക് കീഴടങ്ങിപ്പോയി എന്നുള്ളതാണ്. ഇവർ സ്റ്റേജിലോട്ട് വന്നിട്ട് നിങ്ങൾ വിട്ടുകൊടുക്കുക, വിട്ടുകൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്പിരിറ്റിന് കീഴടങ്ങി കൊടുക്കുന്നു. സോ വി ആർ നോട്ട് ഡിസൈനിങ്. ഡിസൈൻ ചെയ്യുന്നവർ ഇവർക്ക് ഇഷ്ടമല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടത്? ഡിസൈൻ ചെയ്യുന്നവർ ഇവർക്ക് ഇഷ്ടവുമല്ല. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ദൈവാത്മാവ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സഭകളിൽ ഈ ശുശ്രൂഷകളെല്ലാം വെളിപ്പെട്ട് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ അതിനായിട്ട് കാത്തിരിക്കുന്നു. ഒരു പുതിയ റിവൈവൽ നമുക്ക് ആവശ്യമാണ്. അതായത് ക്രിസ്തുവിലേക്ക് നമ്മളെ നയിക്കുന്ന കൃപാവരങ്ങൾ നമുക്ക് ആവശ്യമാണ്. വി ആർ ഫെഡ് അപ്പ് വിത്ത് ദ ഓൾഡ് തിങ്. ലോകത്തിലേക്ക് പിന്നെയും ആകർഷിക്കുന്ന, ഒരിക്കലും നിറവേറാത്ത കുറെ പ്രവചനങ്ങളുമായിട്ട്, വെറുതെ ഫാൾസ് ആയിട്ടുള്ള മോഹങ്ങൾ വർദ്ധിപ്പിക്കുമാറ് ഉള്ള ശുശ്രൂഷകൾ. സോ വാട്ട്സ് ദ കൺക്ലൂഷൻ അബൌട്ട് ഇതിനെല്ലാം കൂടെ ചേർത്ത് ഒരു കൺക്ലൂഷൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം: പുതിയ നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്തവാക്യം എന്ന് പറയുന്നത്, നമ്മളെ ആരും ഉപദേശിക്കേണ്ടാത്ത ഒരു തലം നമ്മൾ വളരുന്നതനുസരിച്ച് നമുക്ക് ഉണ്ടാവുന്നുള്ളതാണ്. അത് 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ഇതാണ് ശരിക്കും ഒരു ന്യൂ ടെസ്റ്റാമെന്റ് ബിലീവറുടെ മെച്യൂരിറ്റി. അതായത് you are growing from a basic level to the epistle according to John. അതൊരു ഫൈനൽ ലെവലാണ്. സാങ്ക്ടിഫിക്കേഷൻ ഒരു ഫൈനൽ ലെവലാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കിയേ. 1 യോഹന്നാൻ 2:27 ഇങ്ങനെയാണ് പറയുന്നത്: അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ ഇരിക്കുന്നു, നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങൾ അഭിഷിക്തരാണോ? ആണ് അല്ലെ? 1-2 അഭിഷിക്തരല്ല ഇവിടെ ഉള്ളത്. അവന്റെ ആത്മാവുള്ളവരെല്ലാം അഭിഷിക്തരാണ്. അത് ആരുടെ അഭിഷേകമാണ്? ക്രിസ്തുവിന്റെ അഭിഷേകമാണ്, നമ്മുടെ അല്ല. ഓക്കെ? അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ ഇരിക്കുന്നു, ആരും നിങ്ങൾ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, എന്തിനാ ഇങ്ങനെ ആഴ്ച തോറുമൊന്ന് ഉപദേശിക്കുന്നതെന്ന് ന്യായമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? ആരും നിങ്ങൾ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അപ്പൊ ഇനി ഇയാളുടെ പണി എന്താന്ന് ചോദിച്ചോ. ഉറക്കെ ചോദിക്കണ്ട, എല്ലാവരും മ്യൂട്ട് ആയതുകൊണ്ട് മനസ്സിൽ ചോദിച്ചാൽ മതി. ഉത്തരം വരുന്നു പുറകെ നോക്കിയോ. അവന്റെ അഭിഷേകം തന്നെ, ആരുടെ അഭിഷേകം? അത് നമ്മുടെ അഭിഷേകമല്ല. സോ അപ്പൊ അഭിഷേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയാ? ക്രിസ്തുവിന്റെ. ഹി ഈസ് ദ അഭിഷിക്തൻ, ഓൺലി വൺ അഭിഷിക്തൻ ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ്. നമ്മളെല്ലാവരും അഭിഷിക്തരാണ് എന്ന് പറഞ്ഞാൽ അഭിഷേകം നൽകപ്പെട്ടവരാണ്, പക്ഷെ അത് അവന്റെ അഭിഷേകമാണ്. സോ ഹീസ് ദ ഓൺലി വൺ സോഴ്സ് ഓഫ് അഭിഷേകം. ഹീസ് ദ ഓൺലി മിശിഹ, ഹീസ് ദ ഓൺലി ക്രൈസ്റ്റ്. ഓക്കെ? നമുക്ക് എല്ലാവർക്കും അഭിഷേകം ലഭിച്ചിട്ടുണ്ട്. അവനിൽ നിന്നാണ് അത് ലഭിച്ചിരിക്കുന്നത്. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് ബോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാതെ നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിക്കണം. അപ്പൊ ക്രിസ്തുവിൽ വസിക്കാൻ വേണ്ടിയുള്ള ഉപദേശം, ഇതിനാണ് നമ്മൾ പരിജ്ഞാനത്തിന്റെ ഉപദേശം എന്ന് പറയുന്നത്. ഇത് നമുക്ക് ലഭിക്കുന്നത് വേറൊരാളിൽ നിന്നല്ല, അത് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള അഭിഷേകത്തിൽ നിന്നാണ് അത് ലഭിക്കുന്നത്. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. ഈ ഉദാഹരണം ചിലപ്പോൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുമോ എന്നറിയില്ല, പക്ഷെ ഈ അഭിഷേകം എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഒരു ദിവസം ഞങ്ങളുടെ സഭയിൽ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ സ്ഥലം ഒരാൾ അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുന്നു, അതിരുമാന്തുന്നു എന്ന് പറഞ്ഞത് എന്റെ ഓർമ്മ. അപ്പോൾ ഇദ്ദേഹം എന്നോട് ചോദിച്ചു, പാസ്റ്റർ പ്രസംഗിക്കുന്നതനുസരിച്ച് ഒരാൾ പുതപ്പെടുക്കാൻ ശ്രമിച്ചാൽ ഉടുപ്പും കൂടെ കൊടുക്കണമെന്നാണല്ലോ. അപ്പൊ ഇയാൾ എന്റെ അതിരുമാന്തുന്നത് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അത് അയാൾക്ക് കൊടുത്തേക്കട്ടെ എന്ന് ചോദിച്ചു. ആ ഭൂമി എങ്ങനെയുണ്ട്? നിങ്ങളോട് പറഞ്ഞ പോലെ ഒരു ഓർമ്മ എനിക്കുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്ത് പറയണം? പറയുന്ന വചനം അനുസരിച്ച് എന്താ ചെയ്യണ്ടേ? പുതപ്പ് ചോദിക്കുന്നതിനോട്
അല്ല ഉടുപ്പ് എടുക്കുന്നതുകൊണ്ട് പുതപ്പും കൂടെ കൊണ്ടുപോകുമെന്ന് പറയണം, അല്ല പറയണ്ടേ? അപ്പൊ ശരിക്കും പുള്ളി എന്താ ചെയ്യേണ്ടത്? ഒരാൾ അതിന് മാന്താൻ വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ സ്ഥലം വിട്ടുകൊടുത്തേക്കണം, അല്ലെ? അങ്ങനെയാണോ? അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് നേരത്തെ ഒരു അനുഭവം ഉണ്ട്, എനിക്കിങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്, ഇങ്ങനെ ഉപദേശിക്കാൻ പോയി. ഈ ഉപദേശമൊക്കെ കഴിയുമ്പോൾ ഇവര് സ്ഥലമൊക്കെ ചിലപ്പോൾ വിട്ടുകൊടുത്തിട്ട് പിന്നെ ഇരുന്ന് ആലോചിക്കും, അങ്ങേര് പറഞ്ഞ ആ സ്ഥലം വിട്ടുകൊടുത്ത് യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു, നമ്മൾ മണ്ടത്തരം കാണിച്ച് അവൻ ഞങ്ങൾക്ക് ചെലവിന് തരുമോ, ഇനി നാളെ ഒരു വീട് വെക്കണമെങ്കിൽ എവിടെ പോയി വീട് വെക്കും? ഇത് പണ്ട് എനിക്ക് അനുഭവം ഉണ്ടായതാ, എനിക്കന്ന് വിവരമില്ലായിരുന്നു. ഈ എന്താ പറയുന്നത്, ഞങ്ങൾ ആന്ധ്രാപ്രദേശിലായിരുന്നപ്പോൾ ഒരു സഹോദരൻ വന്നതിനോട് പറഞ്ഞു, നിങ്ങളൊക്കെ ഇങ്ങനെ ജീവിക്കുന്നതാണ് ഞങ്ങൾക്ക് കുറ്റബോധം തോന്നുന്നു, എന്റെ ബാങ്ക് അക്കൗണ്ടിൽ 5000 രൂപയുണ്ട്. അപ്പൊ ഞാനത് എടുത്തോണ്ട് വരട്ടെ എന്ന് ചോദിച്ചു. 5000 രൂപ ബാങ്ക് അക്കൗണ്ടിൽ. അത് പുള്ളി കുറ്റബോധം ഉണ്ടാക്കുക, കാരണം ഞങ്ങൾ ജീവിക്കുന്ന അങ്ങനെയാണ്. അപ്പൊ ഈ കുറ്റബോധം ഉണ്ടായി കഴിഞ്ഞപ്പം നിങ്ങൾ വിചാരിക്കായിരിക്കും ഇപ്പൊ ഇയാൾ മുതലായിരിക്കും, ഇപ്പോഴും അപ്പോഴൊക്കെ നമ്മുടെ കണ്ടീഷൻ ഒന്ന് തന്നെയാണ്, അതിന്റെ ആവശ്യമുള്ളൂ ശരിക്കും പറഞ്ഞു. അപ്പൊ ഈ പുള്ളി 5000 രൂപ എടുത്തോണ്ട് വന്നു. ഞാൻ പറഞ്ഞു എടുത്തോണ്ട് വരാൻ, എടുത്തോണ്ട് വന്നു. അപ്പൊ ഞങ്ങൾ വില്ലേജിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറിന് അപ്പൊ 5000 രൂപ വീടുണ്ട്. ഞാൻ ഈ 5000 രൂപ പുള്ളിക്ക് കൊടുത്തു. അന്ന് തന്നെ പുള്ളിക്ക് ആ 6000 രൂപയുടെ ഒരു നീട് വന്നു. അപ്പൊ ഭാര്യ പറഞ്ഞു, നിങ്ങളെ ചെയ്സമ്മയുടെ ശബ്ദം വാക്കും കേട്ടോണ്ട് കയ്യിലുള്ള പൈസയും കൊണ്ടേ കളഞ്ഞിട്ട് വന്നിരിക്കുവോ, നമ്മളിനി നമ്മുടെ കാര്യം ചെയ്യാൻ എന്ത് ചെയ്യും? പുള്ളി ആകെ വെള്ളം കുടിച്ചു. പുള്ളിക്ക് അറിയാമായിരുന്നു ഇത് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞിട്ട് എന്നെ കൊടുത്തു, പക്ഷെ പുള്ളി ഭാര്യ അറിയണ്ടേ, സമ്മതിക്കണ്ടേ? കാരണം അവരെന്തോ അത്യാവശ്യത്തിന് വേണ്ടി കരുതി വെച്ചിരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എന്റെ കയ്യിലാണ് ഇത് എടുത്തു കൊടുക്കാൻ 5000 രൂപ പോയിട്ട് 500 രൂപ പോയിട്ട് 50 രൂപ പോലും ഇല്ല. സോ ദർ ഇസ് നോ ക്വസ്റ്റൻ ഓഫ് മീ കോമ്പൻസേറ്റിംഗ്. പൈസയുള്ള ഒരൊറ്റ മനുഷ്യൻ കർത്താവ് സഹായിച്ച ഞങ്ങളുടെ സഭയിലും ഇല്ല. ഇവരുടെ നീഡിന് മുമ്പിൽ ഇങ്ങനെ സംഭവിക്കുകയും ചെയ്തു. വാട്ട് ഈസ് ദ സൊല്യൂഷൻ? ഞാൻ പറഞ്ഞു, എന്റെ കർത്താവെ മണ്ടത്തരമാണ് കാണിച്ചത്, എനിക്ക് വിവരമില്ലായ്മ കൊണ്ട് പറ്റിയതാണ്. കർത്താവ് എന്നെ സഹായിച്ചു, എനിക്കൊരു 6000 രൂപ തന്നെ തന്നു. ഞാൻ ആരോ തന്നു, ഞാൻ 6000 രൂപ പുള്ളിയെ കൊണ്ട് കൊടുക്കുകയും ചെയ്തു. അത് അവിടെ സെറ്റിലാക്കി. ഞാനൊരു തീരുമാനം എടുത്തു, ഉപദേശിക്കുമ്പോൾ സൂക്ഷിക്കണം. എന്തുകൊണ്ട് സൂക്ഷിക്കണം? ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റത്തില്ല, അത് അവരവരുടെ സന്തോഷത്തിൽ നിന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഈ പരിജ്ഞാനത്തിന്റെ തലം എന്ന് പറയുന്നത്. അപ്പൊ ഈ സഹോദരനോട് ഞാൻ ചോദിച്ചു, സ്ഥലം അവർ അതിക്രമിച്ച് കയറുന്നു, അപ്പോൾ എന്താണ് ഉള്ളിൽ തോന്നുന്നത്? കൊടുത്തേക്കാന്ന് പറഞ്ഞല്ലോ, അത് കൊടുക്കുമ്പോൾ സന്തോഷമാണോ, സങ്കടമാണോ, വിഷമമാണോ, എന്താ തോന്നുന്നത്? അപ്പൊ പുള്ളി പറഞ്ഞു, എനിക്ക് അയാളോട് ഒരു സങ്കടവും ഇല്ല, സന്തോഷം തോന്നുന്നത്, പൊയ്ക്കോട്ടെ എടുത്തോട്ടെ എന്ന് തോന്നുന്നു. അപ്പൊ ചോദിച്ചാൽ ആത്മാവ് കൊടുക്കാൻ നിർബന്ധിക്കുന്നുണ്ടോ? ഉണ്ടെന്ന്. അപ്പൊ പിന്നെ എനിക്ക് പ്രശ്നമില്ല, പുള്ളി ആര് പഠിപ്പിച്ചിട്ടുണ്ടോ? ഓൾറെഡി ആത്മാവ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തെങ്കിലും ഉപദേശിച്ചോ? ഒന്നും ഉപദേശിച്ചില്ല, സന്തോഷം. പക്ഷെ പുള്ളിക്ക് ആ സ്ഥലം കൊടുക്കേണ്ടി വന്നില്ല. ഇദ്ദേഹം ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് കുറ്റബോധം ഉണ്ടായി. പുള്ളി പറഞ്ഞു, അങ്ങളുടെ സ്ഥലം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ തിരിച്ചു വന്നു. അപ്പോ എനിക്ക് ഉപദേശിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഉപദേശിച്ചു കഴിഞ്ഞാൽ എന്റെ ഉപദേശം കേട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പൊ നമ്മൾ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്ക് പോകുന്നൊരു തലമുണ്ട്. ഫൗണ്ടേഷൻസ് നമുക്ക് എത്ര വേണേലും നമുക്ക് ഉപദേശിക്കാം. ഇപ്പം അപ്പോസ്തലന്മാർ എന്താ ചെയ്തിരിക്കുന്നത്? നമുക്കൊരു അടിസ്ഥാനം ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ അടിസ്ഥാനം നമുക്ക് എത്ര വർഷം വേണമെങ്കിലും വീണ്ടും വരും. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടിസ്ഥാനം പറയുന്നത്, പരിജ്ഞാനമല്ല. ഈ പരിജ്ഞാനം നിങ്ങൾക്ക് ആത്മാവിന് മാത്രമേ തരാൻ പറ്റൂ. So we need to be listening to the Holy Spirit to understand how to live on a daily basis. അത് എനിക്ക് തരാൻ കഴിയില്ല. ആ ലിസണിങ് ആണ്, അതൊരു പ്രൊഫറ്റിനും തരാൻ പറ്റത്തില്ല. ആ ഒരു ലിസണിങ് ആണ് ശരിക്കും ഒരു വിശുദ്ധീകരണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അടയാളം. ഹൗ ഡസ് എ ഡിസൈപ്പിൾ ലിസൺ ടു ഹിസ് മാസ്റ്റർ? നിങ്ങൾ ആ ശബ്ദം, പരിജ്ഞാനത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഈ സ്വത്ത് പോകുന്ന കാര്യം നിങ്ങൾ ഞെട്ടിയിരിക്കുമായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കാണും, ഞാൻ എന്തായാലും സ്വത്ത് കൊടുക്കാൻ ഉപദേശിക്കുന്ന ഒരാളല്ല. ഓക്കെ, അല്ല, ഒരിക്കലും അല്ല. ഞാൻ ഇന്നേ വരെ ആരോടും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കും. ഒരു മനുഷ്യൻ നിങ്ങളെ തല്ലുന്നു എന്ന് വിചാരിച്ചു. തിരിച്ചു തല്ലാനുള്ള അവകാശം ഗവൺമെന്റ് നമുക്ക് തരുന്നില്ല. വേണമെങ്കിൽ കംപ്ലൈന്റ് കൊടുക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ന്യായമാണ് അല്ലെ? കംപ്ലൈന്റ് കൊടുക്കുന്നത് ന്യായമാണ്. അയാൾ തുടർച്ചയായി ആക്രമിക്കുന്നു. ഞാൻ അതിനേക്കാളും നല്ലൊരു എക്സാമ്പിൾ പറയാം. ഇതെനിക്കൊരു സുഖം തോന്നി. നമ്മുടെ ചർച്ചയിൽ തന്നെയുള്ള ഒരു സഹോദരി,
പേരും ഊരും ഒന്നുമില്ല, ജസ്റ്റ് പ്ലെയിൻ ഒരു സഹോദരി. ഭർത്താവ് വളരെ കഠിനമായി ഉപദ്രവിച്ചു. എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കേട്ടിട്ട്. ഞാൻ ഇന്ന് യാത്ര ചെയ്യുമ്പോഴും അങ്ങനെ ഒരു സഹോദരിയോട് വിളിച്ചു. ഈ അടുത്ത ദിവസങ്ങളായിട്ട് കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ എന്നെ കൂടുതൽ പേരും വിളിച്ചത് പ്രോഗ്രാം ബൈബിൾ സ്റ്റഡി ഒന്നും പറഞ്ഞുകൊണ്ടല്ല, കൗൺസിലിങ്ങിന് വേണ്ടി വിളിച്ചു. ഇന്നൊരു സഹോദരി വിളിച്ചു, ഭർത്താവ് കിരാതമായി മർദ്ദിക്കും, സഹിക്കാൻ പറ്റുന്നില്ല. ഉപദ്രവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിഡിലിറ്റി എല്ലാം ഉണ്ട്. എനിക്കിത് കേട്ടിട്ട് എങ്ങും പറഞ്ഞു തീരുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ, ഇന്നത്തെ അല്ല, പണ്ടൊരു കേസിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ജീവൻ അപകടത്തിലാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, സെപ്പറേറ്റ് ആയിട്ട് താമസിക്കും തൽക്കാലം, ഡൈവോഴ്സ് ഒന്നും ചെയ്യണ്ട. കുഞ്ഞുങ്ങളുടെ ജീവൻ ഒരു അപകടത്തിലാണെങ്കിൽ യു ടേക്ക് എ ഡിസിഷൻ ആൻഡ് ലിവ് സെപ്പറേറ്റ്ലി ഫോർ സം ഡേയ്സ് ഓർ സം വീക്സ്. ലെറ്റ് ഹിം തിങ്ക് അബൌട്ട് ഹിംസെൽഫ്. ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണട്ടെ. അപ്പൊ പുള്ളിക്കാരി ആ എന്നൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറയുക, പാസ്റ്ററെ, എനിക്ക് കർത്താവ് തന്നിരിക്കുന്ന ക്രൂശാണ്, അവിടെ ചെന്നാലേ ആ ക്രൂശിലെ ഞാൻ വിശദീകരിക്കപ്പെടുള്ളൂ. അവിടെ അടി കൊള്ളേണ്ട ആളാണ് ഞാൻ. അത് കർത്താവ് എനിക്ക് വെച്ചിരിക്കുന്നതാണ്. ഇതെനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഈ ഒരു പരിജ്ഞാനത്തിലേക്ക് ആത്മാവ് തന്നെ നടത്തണം. അത് വേറൊരാൾക്ക് ഉപദേശിക്കാൻ പറ്റുന്ന തലമല്ല. ഈ വേറൊരാൾക്ക് ഉപദേശിക്കാൻ പറ്റാത്ത ഒരു തലത്തിൽ നമ്മൾ ക്രിസ്തുവിനെ അനുഭവിക്കുമ്പോഴാണ് മിറക്കിൾസിനപ്പുറത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ തോട്ട് പ്രോസസ്സിലേക്ക്, ചിന്താധാരയിലേക്ക് നമ്മൾ വളർന്നു വരുന്നത്. ഇതൊരു സാങ്ക്ടിഫിക്കേഷന്റെ അടയാളം. ഈ വിശുദ്ധീകരണം പ്രാപിക്കുമ്പോഴാണ് നമ്മൾ മെച്യൂർ ക്രിസ്ത്യൻസ് എന്ന് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഈ ഒരു ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഈ ശബ്ദം, ഇത് ശരിക്കും നമ്മൾ എബ്രായ ലേഖനം ശ്രദ്ധിക്കുമ്പോൾ എബ്രായ ലേഖനത്തിൽ ഈ ഒരു പരിജ്ഞാനത്തിന്റെ ഡിവിഷൻ വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പരിജ്ഞാനത്തിന്റെ ഡിവിഷൻ എബ്രായ ലേഖനം കാണിക്കുന്നത്? എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വളരെ പ്രശസ്തമായ ഒരു വാക്യമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കുവാൻ തക്കവണ്ണം വേർപിടിവിക്കുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാണ് ആ വാക്യം. ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ എല്ലാം മാറി മാറി വായിക്കുന്നുണ്ട്, എനിക്ക് അതുപോലെ ഓർമ്മയിൽ നിൽക്കുന്നില്ല. ഇതാണ് ആ വാക്യത്തിന്റെ പൊരുൾ. അപ്പോൾ ഈ ഒരു വാക്യം പറഞ്ഞിട്ട് അടുത്ത അധ്യായത്തിൽ പറയാണ്, 5:11 പറയാണ്, നിങ്ങൾ കേൾപ്പാൻ മന്ദതയുള്ളവരാണ്. എന്നിട്ട് അത് തീരുന്നിടത്ത്, അതായത് എബ്രായ ലേഖനത്തിന്റെ 5-ാം അധ്യായം തീരുന്ന വാക്യം ഇങ്ങനെയാണ്, കട്ടിയായുള്ള ആഹാരം, അതായത് പരിജ്ഞാനം, ദൈവിക പരിജ്ഞാനം. ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന കട്ടിയായുള്ള ആഹാരം ഏതാ? മനുഷ്യർക്ക് ഉപദേശിക്കാൻ കഴിയാത്ത ഭക്ഷണം. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ, കുഞ്ഞുങ്ങൾക്ക് പറ്റുകയില്ല. അനദർ തലം. അപ്പൊ ഈ അനദർ തലം, അതായത് നമ്മൾ സാധാരണഗതിയിൽ വേറൊരാൾ പറയുന്നത് കേൾക്കേണ്ടി വരുന്ന ഒരു തലത്തിൽ നിന്ന് വേറൊരാൾ കേൾക്കേണ്ടി വരുന്ന തലത്തിൽ നിന്ന് നമ്മൾ കർത്താവിൽ നിന്ന് പ്രാപിക്കുന്ന ഒരു തലത്തിലേക്ക് വളരേണ്ടത് ആവശ്യമാണ്. ആ ഒരു തലമാണ് ശരിക്കും മന്ദതയില്ലാത്ത ശിഷ്യന്മാർ കേൾക്കുന്നത് പോലെ കേൾക്കുന്ന ആ തലം. ഓക്കെ, ആ ഒരു തലത്തിൽ നമ്മൾ ഫ്രീഡം അനുഭവിക്കുന്നു, വിശുദ്ധീകരണം അനുഭവിക്കുന്നു. വി ലിസൺ ടു ദ ലോർഡ് ആൻഡ് വി ഗെറ്റ് സാങ്ക്ടിഫൈഡ്. ഈ ഒരു പരിജ്ഞാനത്തിന്റെ തലത്തിലേക്ക് നമ്മൾ വളരുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? ദൈവത്തിന്റെ വചനം നമുക്ക് തഴക്കത്താലുള്ള ഒരു അഭ്യസനത്തിലേക്ക് നമ്മളെ നയിക്കും. അവിടെ പ്രാണനെയും ആത്മാവിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ആത്മാവിന്റെ ചിന്തകളെ, ആത്മാവ് എന്നോട് സംസാരിച്ച കാര്യങ്ങളെ വിഭജിച്ച് കാണിച്ചു തരും ദൈവത്തിന്റെ വചനം. സോ ദാറ്റ്സ് എ ലെവൽ ഓഫ് മെച്യൂരിറ്റി ദാറ്റ് എവറി ക്രിസ്ത്യൻ ഷുഡ് ഗെറ്റ്. അപ്പോൾ വിശുദ്ധീകരണത്തിന്റെ 2 തലങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ തലം, നമ്മൾ കർത്താവുമായിട്ടുള്ള സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നതാണ്. രണ്ടാമത്തത്, ഇങ്ങനെ ചിന്തിച്ചു നോക്കിയേ, ഇപ്പോഴും നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ ഒരു പ്രോഫറ്റ് നിങ്ങളോട് സംസാരിക്കും. ഫോർ എക്സാമ്പിൾ,
ചില ആൾക്കാർ പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ച് പറയാമോ, ഈ കല്യാണം ദൈവഹിതമാണോ? ഓക്കെ, ഒന്ന് പ്രാർത്ഥിച്ച് പറയാമോ? ഇങ്ങനെ നിങ്ങൾ ചോദിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഒരു കൺഫർമേഷൻ എപ്പോഴും നല്ലതാണ്, പക്ഷെ ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിൽ നമുക്ക് ദൈവത്തിന്റെ വില്ല് അറിയാതെ പോകുന്നതിന്റെ കാരണം നമ്മൾ എന്നും അവന്റെ ഇഷ്ടത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇഫ് യു ഹാവ് എ ഹാബിറ്റ് ഓഫ് ലിസണിങ് ടു ഗോഡ് ഓൺ എ ഡെയിലി ബേസിസ്, ദൈവത്തിന്റെ ഹൃദയം നിങ്ങൾക്കറിയാം. പിന്നെ അതിനകത്ത് ഒരു പ്രധാന കാര്യമുണ്ട്, നോയിങ് ഗോഡ് ഈസ് കോസ്റ്റ്ലി. എളുപ്പമല്ല. ഈ പരിജ്ഞാനത്തിന്റെ തലത്തിലേക്ക് പോകണമെങ്കിൽ വി നീഡ് ടു ബി ഡൈയിങ് ടു ദ വേൾഡ്. നമ്മൾ ഒത്തിരി കഷ്ടങ്ങളിലൂടെയാണ് പരിജ്ഞാനത്തിന്റെ തലത്തിലേക്ക് പ്രവേശിക്കുന്നത്. കട്ടി ആഹാരമാണത്, ദഹിക്കാൻ പ്രയാസമാണ്. ആ ഒരു ആഹാരത്തിന്റെ തലത്തിലേക്ക് നമ്മൾ പോകുന്നത് കട്ടി ആഹാരമാണ്. ഓക്കെ, ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു റീച്ച് ടു ദാറ്റ് ലെവൽ. അപ്പൊ അവിടെ നഷ്ടങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് പരിജ്ഞാനത്തിന്റെ തലം ആവശ്യമുണ്ടെങ്കിൽ യു വിൽ ഹാവ് ടു മേക്ക് സാക്രിഫൈസ്. അതിന്റെ എക്സാമ്പിൾ ഞാൻ പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരനോട് ചോദിച്ചു, എനിക്ക് പഠിക്കാൻ പോകാൻ ഒരു നല്ല ബൈബിൾ കോളേജ് റെക്കമെൻഡ് ചെയ്യാമോ? ഞാൻ അവരോട് ചോദിച്ചു, എന്തിനാണ് ബൈബിൾ കോളേജിൽ പോകുന്നത്? അപ്പൊ സഹോദരി പറഞ്ഞു, ബൈബിൾ കോളേജിൽ പോകുന്നു വചനം പഠിക്കാൻ വേണ്ടിയാണ്, ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി. അപ്പൊ ഞാൻ ചോദിച്ചു, ദൈവത്തെക്കുറിച്ച് എന്തൊക്കെ അറിയാം ഇപ്പോ? അവന്റെ കൽപ്പനകളെ കുറിച്ച് എന്തൊക്കെ അറിയാം? കുറെ കാര്യങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ അനുസരിക്കുമ്പോൾ ദൈവം അടുത്ത് പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. റെവലേഷൻ ഈസ് ഓൾവേസ് പ്രോഗ്രസീവ്. അത് വളർന്നുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ പരിജ്ഞാനം നമ്മളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഇറ്റ് വിൽ കീപ് ഗ്രോയിങ് ഇൻ us. നമ്മളിൽ അത് വളർന്നുകൊണ്ടിരിക്കും. നമ്മൾ കർത്താവിന്റെ അടുത്തോട്ട് ചെല്ലുന്തോറും ലോകം നമ്മളിൽ നകന്നു പോകുന്തോറും അവന്റെ പരിജ്ഞാനം നമ്മളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ സകലതിനെയും ഛേദമെന്നെണ്ണുന്നു. ആ ഒരു എണ്ണം എന്തുകൊണ്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂമിയിലെ റിസോഴ്സസിനോട് നമ്മൾ മരിക്കുമ്പോഴാണ് കർത്താവിന്റെ പരിജ്ഞാനത്തിന്റെ തലത്തിലേക്ക് നമ്മൾ പോകുന്നത്. നമ്മുടെ ഈ ലോകത്തിന്റെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ, ആശങ്കകൾ, ആകുലതകൾ, ഇതോടെല്ലാം നമ്മൾ മരിച്ചിട്ട് നമ്മൾ പറയാണ്, കർത്താവെ നീ അല്ലാതെ ഞങ്ങൾക്കൊന്നും വേണ്ട എന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരുമ്പോഴാണ് ഈ പരിജ്ഞാനത്തിന്റെ കഥകൾ നമുക്കായി തുറക്കപ്പെടുന്നത്. നിങ്ങളൊരു ശുശ്രൂഷകനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിന്റെ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പരിജ്ഞാനത്തിന്റെ തലത്തിലേക്ക് കടന്നയാളായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ അനേകം ആളുകളെ ലോകത്തിൽ കുരുക്കുന്നവരായിട്ട് മാറും. ഇന്ന് സഭയിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, ബൈബിൾ കോളേജിൽ 3 വർഷം പഠിച്ചു, അല്ലെങ്കിൽ ഏതോ സമയത്ത് ഒരു പ്രൊഫസി നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ശുശ്രൂഷകരായി മാറുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം, അവർക്ക് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്ക് ആരും നടത്താൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, ലോകത്തിലേക്ക് അവരെ തളച്ചു കളയുകയും ചെയ്യുന്ന ആളുകളായിട്ട് മാറുന്നു. അതുകൊണ്ട് ഒരാൾ ഉപദേഷ്ടാവായിരിക്കണമെങ്കിൽ അവർ പരിജ്ഞാനത്തിന്റെ തലത്തിൽ വചനത്തെ മനസ്സിലാക്കാൻ തുടങ്ങേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ ഓരോരുത്തരും ആർക്കെങ്കിലും ശുശ്രൂഷകരാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ, യൗവനക്കാരെ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു നഷ്ടത്തിലൂടെ കടന്നു പോകാൻ തയ്യാറാകണം. വി മേ ലൂസ് എവറിത്തിങ് ഫോർ ദ സേക്ക് ഓഫ് ദ നോളജ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം നമുക്ക് ഈ ഭൂമിയിലുള്ളത് വിട്ടുകളയേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ദൈവം നിങ്ങളെ നടത്തുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ആ പരിജ്ഞാനത്തിന്റെ തലം നമുക്ക് തുറന്നു വരും. ഇറ്റ്സ് നോട്ട് ഈസി. ഇറ്റ് ഈസ് നോട്ട് the easiest way to know about God is to go to a Bible college. But the toughest way is to become a disciple. ദൈവത്തെക്കുറിച്ച് അറിയാനുള്ള ഏറ്റവും എളുപ്പം വഴി എന്ന് പറഞ്ഞാൽ ബൈബിൾ കോളേജിൽ പോകണം. കുറച്ച് പൈസ ചിലവേ ഉള്ളൂ. പക്ഷെ ദൈവത്തിന്റെ ഹൃദയം അറിയണമെങ്കിൽ അതിന് ഏറ്റവും ടഫസ്റ്റ് വഴിയാണ് അത് നമ്മൾ അവന്റെ ശിഷ്യനാവുക എന്നുള്ളതാണ്. ഇനി ലളിതമായൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പിണറായി വിജയനെ കുറിച്ച് എന്തറിയാം? ഒന്നും അറിയില്ല. അദ്ദേഹത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളാരായിരിക്കും? അയാളുടെ കൂടെ ജീവിക്കുന്ന ആളായിരിക്കും. അയാൾക്കാണ് ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. ഇപ്പൊ കർത്താവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാനുള്ള വഴി എന്തോ? അവന്റെ കൂടെ നടക്കുക എന്നുള്ളത് മാത്രം. അതല്ല വേറൊരു വഴിയുമില്ല. പാസീവായിട്ട് നമ്മൾ കൂടെ നടക്കുന്നതിൽ നിന്ന് ഒരാളെ കുറിച്ച് പഠിക്കുന്നത് പോലെ വി നെവർ ലേൺ ഫ്രം എനിവൺ. ഓക്കെ, അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ തലം നമുക്ക് തുറന്നു വരുന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് വി ആർ ബീയിങ് സാങ്ക്ടിഫൈഡ്. നമ്മൾ ആ രക്ഷയുടെ വിശുദ്ധീകരണത്തിന്റെ പ്രോസസ്സിലേക്ക് നമ്മൾ പ്രവേശിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദിസ് ഈസ് വൺ ലെസൺ ദാറ്റ് വി ലേൺ അബൌട്ട് ലിസണിങ് ടു ഗോഡ്. ഇനി ഞാൻ ഈ ലിസണിങ് ടു ഗോഡ് എന്നുള്ളത് പലപ്പോഴും ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ, നമുക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ പേടിയാണ് ശരിക്കും.
നമ്മുടെ പ്രാർത്ഥനകളൊന്ന് ആലോചിക്കുക. ഈ പ്രാർത്ഥനകളിൽ നമ്മളൊരു റേഡിയോ പോലെ തുറന്നു വെച്ചിരിക്കുന്ന പോലെ കർത്താവിനോട് ശ്വാസം പോലും കിട്ടുകയില്ല. ചിലർ പ്രാർത്ഥിക്കും, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവര് പ്രാർത്ഥനയുടെ ശീലം കാരണം ഒരു വാക്യം പറഞ്ഞ അടുത്ത വാക്യം ഓട്ടോമാറ്റിക്കലി വരും. അതിന്റെ വാക്കുകൾ പോലും ആർക്കും കേൾക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് ദേ ഹാവ് പ്രേഡ് ദിസ് പ്രേയർ 100 times. ദേ ക്യാൻ ജംപ് വിത്തൗട്ട് ദ റിംഗ്. അല്ലെ, റിംഗ് ഇല്ലാതെ ചാടാം, വളയമില്ലാതെ ചാടുക എന്ന് പറയും. അപ്പൊ കർത്താവെ എന്ന് വിളിക്കുമ്പം താ ഒന്നും കാണുകയില്ല. പെട്ടെന്ന് ഭയങ്കര സ്പീഡാണ്. കാരണം നേരത്തെ ഒത്തിരി പ്രാവശ്യം പ്രാർത്ഥിച്ച് പറഞ്ഞ പ്രാർത്ഥന തായൊന്നും ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞപ്പോ. അത് അങ്ങനെ ആവുക. നിങ്ങൾക്ക് അങ്ങനെ വന്നിട്ടുണ്ടോ? ഭയങ്കര സ്പീഡാണ്. അപ്പോ ഒരു നിമിഷം ഒന്ന് ഇടയ്ക്ക് നിന്നിട്ട് കർത്താവെ നീ എന്നോട് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന മിക്കവാറും പ്രാർത്ഥനകളും അങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമേ ഇല്ല എന്ന് മനസ്സിലാവും. കർത്താവെ നാളെ എനിക്ക് കുറച്ച് പൈസ ആവശ്യമുണ്ട്, എന്നെ സഹായിക്കണമേ. ഇപ്പൊ ഒരു നിമിഷം ശ്രദ്ധിച്ച് കർത്താവ് പറയാം, നീ വിഷമിക്കേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. പൈസ ഇല്ലേലും ഉണ്ടെങ്കിലും ഞാൻ നിന്റെ കൂടെ ഉണ്ട്. മതിയോ? മതി കർത്താവെ. കർത്താവെ എന്നെ നാളെ സഹായിക്കണേ എന്ന് പിന്നെ പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താ? കർത്താവ് നമ്മളോട് ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ചോദിക്കും, അയ്യോ അപ്പൊ ഒരു കാര്യം രണ്ടാമതും മൂന്നാമതും പ്രാർത്ഥിക്കേണ്ട? പ്രാർത്ഥിക്കണം. എന്താ നമുക്ക് ഏറ്റവും വലിയ ആവശ്യം? ഈ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം നമുക്ക് വരണം. അതാണ് ആവശ്യം. വീണ്ടും വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് എന്നെ കാണിച്ചു തരണം. എനിക്കത് കാണാതെ വിശ്വസിക്കാൻ സഹായിക്കണം. എനിക്ക് നിന്റെ പ്രസൻസിൽ ജീവിക്കാൻ സഹായിക്കണം. എനിക്ക് നിന്നെ അനുഭവിക്കാൻ പറ്റണം. എനിക്ക് നിന്റെ ശബ്ദം കേൾക്കാൻ പറ്റണം. ഐ നീഡ് ടു നോ വാട്ട് ജീസസ് വുഡ് ഡു. ആ വെളിപ്പാട് എനിക്ക് എന്താണെന്ന് കൃത്യമാക്കപ്പെടണം. ഇതാണ് ഈ കേൾവി എന്ന വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെയാണ് വി ഫെയിൽ മെനി എ ടൈംസ് ബിക്കോസ് വി ആർ നോട്ട് ഗ്രോയിങ്. നമ്മൾ കുഞ്ഞുങ്ങളെ പോലെ, ശിശുക്കളെ പോലെ. ശിശുക്കളോട് എങ്ങനെ നമ്മൾ സംസാരിക്കുന്നത്? ശിശുക്കളോട് സംസാരിക്കുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനോട് സംസാരിക്കുകയായിരുന്നു. ആ കൊച്ചിനൊന്നും മനസ്സിലായില്ല, എനിക്കും മനസ്സിലായില്ല ഞാൻ എന്താ പറയുന്നത്. നമ്മൾ അങ്ങനെയുള്ള വാക്കുകളൊക്കെ വെച്ചാൽ കൊച്ചിനോട് സംസാരിക്കുന്നത്, അല്ലെ? പ്രായമാകുമ്പോ എങ്ങനെയാ? പ്രായമാകുമ്പോൾ നമ്മളെ ക്ലിയർ ആയിട്ട് ഓഡിബിൾ ആയിട്ട് സംസാരിക്കും. അതുപോലെ നമ്മൾ മെച്യൂരിറ്റിയോട് വളരും തോറും ആത്മാവ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ക്ലിയർ ആൻഡ് ഓഡിബിൾ ശബ്ദത്തോടെ ആ പരിജ്ഞാനം നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് ഈ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത്ര ഒരു നീഡായിട്ട് വരില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ വേണ്ടി വരുള്ളൂ. We will grow more and more into an open communion with the Lord where I know him completely. ഞാൻ ഒരു പൂർണ്ണമായ പരിജ്ഞാനം അവനെ കുറിച്ച് പ്രാപിക്കുവാൻ ദൈവത്തിന്റെ ആ കൃപ നമ്മൾ ഓരോരുത്തരിലും എത്തേണ്ടത് ആവശ്യമാണ്. അപ്പൊ മോശയുടെ ലൈഫിലേക്ക് നമ്മൾ അവിടെ നമ്മൾ തുടങ്ങി. മോശ, അതായത് പുറപ്പാട് പുസ്തകത്തിലാണ് ഈ ലിസണിങ് എന്നൊരു ആസ്പെക്ട് വരുന്നത്. ദൈവത്തിന്റെ ശബ്ദം മോശ കേൾക്കുന്നു. അതിനുമുമ്പ് ആളുകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ മോശ കേൾക്കുമ്പോൾ മോശയുടെ കർത്താവ് പറയാണ്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയ. അവിടെയാണ് വിശുദ്ധിയെ കുറിച്ചുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട പരാമർശം. നമ്മൾ ഒന്നാമത്തെ പരാമർശം എവിടെയാ കണ്ടത്? ഉൽപ്പത്തി പുസ്തകത്തിൽ 7-ാം ദിവസത്തെക്കുറിച്ച് പറയുമ്പോഴാണ് അത് കണ്ടത്. എന്നാൽ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് മോശയോട് കർത്താവ് പറയാണ്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ നിന്റെ ചെരുപ്പ് അഴിച്ചു കളയും. എന്തുകൊണ്ടാണ് അത് വിശുദ്ധമാകുന്നത്? മോശയ്ക്ക് ഇനി എന്താണ് ലഭിക്കാൻ പോകുന്നത്? അവൻ ഒരു ദൈവത്തിന്റെ പേരവന് ലഭിക്കുകയാണ്. ഹൂ ഈസ് യുവർ ഗോഡ് എന്നുള്ളതിന്റെ ഉത്തരം ഐ ആം ദാറ്റ് ഐ ആം എന്ന റെവലേഷൻ. ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു എന്ന റെവലേഷൻ. മുൾപ്പടർപ്പിൽ, കത്തിത്തീരാത്ത മുൾപ്പടർപ്പിൽ ദൈവത്തിന്റെ തേജസിന്റെ വെളിപ്പാട് അവന് ലഭിക്കുന്നു. വെളിപ്പാടുകളുടെ ആ വലിയ തലം മോശയ്ക്ക് തുറക്കുമ്പോൾ there is one thing that the Lord tells him: remove your slippers, remove your chappal, remove your footwear, shoes. അതെടുത്തു മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം, നിന്റെ നടപ്പ് ഇനി വേണ്ട, നിന്റെ നടപ്പ് ഇനി വേണ്ട, ഇനി നീ എന്റെ നടപ്പാണ് നടക്കാൻ പോകുന്നത്. നീ ഇത്രയും നാളും നടന്ന നടപ്പ്, അത് പുതിയ നിയമത്തിൽ പറയുമ്പോൾ അവനവൻ അര കെട്ടി നടന്ന നടപ്പ് ഇനി വേണ്ട. ഇനി വേറൊരുത്തൻ വന്ന് നിന്റെ അര കെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തോടത്തോട്ട് കൊണ്ടുപോകുന്ന ഒരു നടപ്പ് നീ നടക്കേണ്ടി വരും. അവിടെയാണ് റെവലേഷൻ ഉള്ളത്. ആ ഇടുക്ക് വഴിയിലാണ് കർത്താവിന്റെ വെളിപ്പാടുകൾ ലഭിക്കുന്നത്. ഇപ്പൊ മോശ ദൈവത്തെ അനുഭവിക്കുന്നത് ഒരു വളരെ ഡീപ്പായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഫോർ ദാറ്റ് ഹി നീഡഡ് ടു റിമൂവ് ഹിസ് ഫോമർ വാക്ക് ഓഫ് ലൈഫ്. അപ്പോൾ ഈ ഒരു പരിജ്ഞാനത്തിന്റെ തലത്തിലേക്ക് 2 തലങ്ങൾ നമ്മൾ ഇന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ സംസാരിച്ചു. ഒന്ന്, നമ്മൾ കർത്താവിൽ റെസ്റ്റ് ചെയ്യുന്നു. മറ്റൊന്ന്, നമ്മൾ അവന്റെ ശബ്ദം എല്ലാ സമയത്തും കേൾക്കുന്ന ഒരു അഭിഷേകത്തിന്റെ തലത്തിൽ ജീവിക്കും. അഭിഷേകത്തിന്റെ തലത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് എല്ലാ സമയത്തും കർത്താവിന്റെ ശബ്ദം നമുക്ക് അവൈലബിൾ ആകുന്ന
ആ റെവലേഷൻ നമുക്ക് ഒരിക്കലും മിസ്സാകാത്ത ആ ഒരു തലത്തിൽ ഒരു ദൈവിക വെളിപ്പാടിന്റെ ജീവിതമാണ് ശരിക്കും സാങ്ക്ടിഫിക്കേഷന്റെ അടുത്ത തലം. ഇനി നമ്മുടെ എബ്രായ ലേഖനത്തിലേക്ക് നോക്കുമ്പോൾ സാങ്ക്ടിഫിക്കേഷന്റെ 3-4 എലമെന്റ്സ് ഈ എബ്രായ ലേഖനത്തിൽ തന്നെ കാണാം. നിങ്ങളൊന്ന് എബ്രായ ലേഖനം സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതൊരു സാങ്ക്ടിഫിക്കേഷന്റെ ലേഖനമാണ്. അതിൽ റെസ്റ്റിനെ കുറിച്ച് നമ്മൾ കണ്ടു 4-ാം അധ്യായം. 5-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ അവിടെ ചെവി മന്ദമായി പോകുന്നതിനെ കുറിച്ചും കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നതിനെ കുറിച്ചും കണ്ടു. അവിടെ നന്മ തിന്മകളെ വിവേചിച്ച് ഉപദേഷ്ടാക്കന്മാരാകുന്ന തലത്തിൽ പരിജ്ഞാനത്തിന്റെ തലത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് 6-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. എന്നാൽ വിശുദ്ധീകരണത്തെ കുറിച്ചുള്ള വേറെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടെ എബ്രായ ലേഖനത്തിൽ തന്നെ ഉണ്ട്. 2 കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. 3-ാമത്തേത് 12-ാം അധ്യായത്തിലാണ്. 12-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം പറയുന്നു, അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. ഇതാരെ കുറിച്ച് പറയുന്നതാണ്? ഇത് മാതാപിതാക്കളെ കുറിച്ച് പറയുന്നത്. മാതാപിതാക്കൾ മക്കളെ ശിക്ഷിച്ചത് കുറച്ചു കാലവും അവരവർക്ക് ബോധിച്ചതുപോലെയുമാണ്. അങ്ങനെയാണല്ലോ. എന്നാൽ അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായിട്ട് അത്രേ ശിക്ഷിക്കുന്നത്. അപ്പൊ വിശുദ്ധീകരണത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വി ആർ ഡിസിപ്ലിൻഡ് ബൈ ഗോഡ് എന്നുള്ളതാണ്. വി ആർ അണ്ടർ ഹിസ് ഡിസിപ്ലിനിങ്. നമ്മൾ അവന്റെ പ്രൂണിങ് പ്രോസസ്സിനകത്താണ്. ഇഫ് യു ആർ ബീങ് സാങ്ക്ടിഫൈഡ്, നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും അവന്റെ ശിക്ഷണത്തിന്റെ കീഴിലാണ്. യു ആർ അണ്ടർ ഹിസ് ഡിസിപ്ലിനിങ്. അതിന് മുകളിലോട്ടുള്ള ഭാഗങ്ങൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, എല്ലാവരും ലഭിക്കുന്ന ബാലശിക്ഷ നിങ്ങൾക്ക് ലഭിക്കാതെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മക്കളാണോ എന്ന് സംശയിക്കണമെന്നുള്ളത്. അപ്പൊ നിങ്ങൾ ചോദിക്കോ, ഓക്കെ, അപ്പൊ വിശുദ്ധീകരണത്തിന്റെ തലത്തിലുള്ളല്ലേ കഷ്ടത, അപ്പൊ ഞങ്ങൾ അത്രയൊന്നും മച്ചുവർ ആയിട്ടില്ല, ഞങ്ങൾ വന്നേ ഉള്ളല്ലോ, അപ്പോഴേക്കും കഷ്ടതയാണല്ലോ എന്ന് നിങ്ങൾ ആരും ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കരുതാത്തതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. എല്ലാവർക്കും കഷ്ടതയുണ്ട്, പക്ഷെ ഇതെല്ലാം ഡിസിപ്ലിനിങ് ആവുന്നില്ല. ഓക്കെ, എല്ലാം കർത്താവിന്റെ ബാലശിക്ഷ ആകുന്നില്ല. എന്തുകൊണ്ടാകുന്നില്ല? എന്തുകൊണ്ടാണ് നമുക്ക് വരുന്ന കഷ്ടങ്ങൾ നമ്മൾ വിശദീകരിക്കാത്തത്? ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഒരു കഷ്ടം വരുന്നു, ഉടനെ കർത്താവ് എന്നെ കഷ്ടത്തിൽ നിന്ന് വിടുവിക്കണേ. അപ്പൊ ഒരു പ്രോഫിറ്റ് വന്നിട്ട് പറയും, ഇത് പോരാട്ടമാണ്, ഇത് എവിടെ നിന്നോ നിങ്ങളെ ആക്രമിക്കുന്ന പിശാചിന്റെ പണിയാണ്. അപ്പൊ ഡിസിപ്ലിനിങ് നമ്മൾ അംഗീകരിക്കുന്നില്ല. നമുക്ക് ഡിസിപ്ലിനിങ് ഒന്നും വേണ്ട, ക്രൂശ് വേണ്ട, നമുക്ക് ഇതിനകത്ത് രക്ഷപ്പെട്ടാൽ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കർത്താവിന്റെ ഡിസിപ്ലിനിങ്ങിനെതിരെ നമ്മൾ പ്രാർത്ഥിച്ച് വിടുതലെടുക്കും. എങ്ങനെയുണ്ട് ഐഡിയ? കർത്താവ് ഒരു ചെറിയ ശിക്ഷണം നമുക്ക് തരുമ്പോഴേക്കും, ഒരു ചെറിയ കാര്യത്തിൽ ഒരു അപ്സെറ്റ് ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും? ആ ശിക്ഷണത്തെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിച്ച് ഉപവസിച്ച് വിടുതലെടുക്കും. ഇപ്പൊ കർത്താവ് പറയാം, എന്നാ അവന്റെ കരച്ചിൽ നിലവിളി പോട്ടെ, വേണ്ടെന്ന് വെക്കും. ഓക്കെ, ഇനി ഇത് ശിക്ഷണത്തിന്റെ തലത്തിലേക്ക് പോകണമെങ്കിൽ, അതായത് കഷ്ടത്തിന്റെ തലത്തിൽ നിന്ന് ഡിസിപ്ലിനിങ്ങിന്റെ തലത്തിലേക്ക് പോകണമെങ്കിൽ പൗലോസിന്റെ ആ പറയുന്ന ആ സാങ്ക്ടിഫിക്കേഷന്റെ ആ തലത്തിലേക്ക് നമ്മളൊന്ന് നോക്കിയാൽ മതി. അതായത് കഷ്ടത തുഷ്ടിയായി ആചരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന്, ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഡൊമസ്റ്റിക് വയലൻസ്. അതാണ് ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ള വയലൻസ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് വയലൻസ് ആണ്. റഷ്യ യുക്രൈൻ ഒന്നുമല്ല, ശരിക്കും ഒരു വീട്ടിലുള്ള യുദ്ധമാണ് യുദ്ധം. അത് തീരെയല്ല. ഇത് പിന്നെ 5-6 ബോംബിട്ടാലെങ്കിൽ തീരില്ല. ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത് ഒരു എത്ര അടിച്ചാലും പിടിച്ചാലും വഴക്കുണ്ടാക്കിയാലും ചീത്ത പറഞ്ഞാലും തീരാത്ത ഒരു യുദ്ധം എന്ന് പറയുന്നത് മാത്രമേ. ഓക്കെ, അപ്പൊ ഒരാൾ പറയണം, എനിക്ക് ഭയങ്കര കഷ്ടമാണ് ഭയങ്കര കഷ്ടമാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അണ്ടർ ഡിസിപ്ലിനിങ് അല്ലാതെ അതൊരു സഫറിങ് ആണ്. ഇപ്പൊ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും, കർത്താവിന്റെ കഷ്ടം മാറ്റി കൊടുക്കണേ, കഷ്ടം മാറ്റി കൊടുക്കണം. അപ്പൊ ഇതൊരു കഷ്ടതയുണ്ട്, അതിലൂടെ നന്നാവുന്നുണ്ട്, തീർച്ചയായിട്ടും കർത്താവിന്റെ പണി നടക്കുന്നുണ്ട്. പക്ഷെ സാങ്ക്ടിഫിക്കേഷന്റെ തരത്തിൽ അത് അനുഭവിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാം? കർത്താവെ, ഈ കഷ്ടത എന്നെ നീ ആശ്വസിപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം. അതിനകത്തൊരു സമാധാനം നമുക്ക് ലഭിക്കും. അതായത് ഈ സ്വസ്ഥത മാത്രമല്ല, ഇതെന്റെ അപ്പൻ എന്നെ ഡിസിപ്ലിൻ ചെയ്യുന്നതെന്നുള്ളൊരു ബോധ്യം എൻ്റെ ഉള്ളിലേക്ക് വരും. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ പിതാക്കന്മാർ, ഭൗമികരായ പിതാക്കന്മാർ നിങ്ങളെ ശിക്ഷിച്ചപ്പോൾ നിങ്ങൾ അവർക്ക് വണങ്ങിപ്പോന്നുവെങ്കിൽ ആത്മാക്കളുടെ അധികാരിയായ ദൈവത്തിന് നിങ്ങൾ എത്രയോ വണങ്ങേണ്ടതാണ്. അപ്പം ശിക്ഷണത്തിൽ നമ്മൾ ദൈവത്തോട് വണങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ വിശദീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാവുന്നുണ്ടാകും, ഈ സ്പിരിച്വൽ ഫെനോമെന, ഇന്ന് നമ്മൾ കാണുന്ന സ്പിരിച്വൽ ഫെനോമെന ഒരു 50 വർഷം 70 വർഷം മുമ്പ് പെന്തക്കോസ്തിൽ കണ്ട ആത്മാവല്ല ഇന്ന് വ്യാപരിക്കുന്നത്. യു നീഡ് ടു ബി അവെയർ ഓഫ് ദാറ്റ് ട്രൂത്ത്.
അപ്പൊ നമുക്ക് ഈ കർത്താവിങ്കിലേക്കോ അവന്റെ ശിക്ഷണത്തിലേക്കോ കഷ്ടതയിലേക്കോ പ്രത്യാശയിലേക്കോ സഹിഷ്ണുതയിലേക്കോ നയിക്കുന്ന ഒന്നല്ല. അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള കുറുക്കു വഴികൾ പറഞ്ഞു തരുന്ന ഒരു ഗ്രൂപ്പായിട്ട് ഈ ഒരു പരിപാടിയായിട്ട് ഇത് മാറിയിട്ടുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വളരെ ജാഗ്രതയുള്ളവരായിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ ഡിസിപ്ലിനിങ് എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ ഭാഗമാണ്. ഓക്കെ, അത് എന്ന് വരെ ഉണ്ടാകും? ഇപ്പൊ ചില ആൾക്കാരെ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, എന്റെ ദൈവമേ, ഇവൻ ഒരു കഷ്ടതയില്ലല്ലോ, എന്തോ എന്ന് വിചാരിക്കും. നമുക്കാണെ കഷ്ടത മാറിയിട്ട് സമയമില്ല. ഒരാൾക്ക് ഡിസിപ്ലിനിങ് ലഭിക്കുന്നില്ലെങ്കിൽ 2 കാരണത്താലാകാം. ഒന്നുകിൽ അവൻ പെർഫെക്റ്റ് ആയി കഴിഞ്ഞു, ഇനി അവനൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഹി ഹാസ് ബിക്കം അനദർ ക്രൈസ്റ്റ്. ഓക്കെ, ഇനി അവനെ ഡിസിപ്ലിൻ ചെയ്യേണ്ട കാര്യമില്ല. 2, അവൻ മകനല്ല, മക്കളല്ല. ഇത് രണ്ടിലൊന്നായിരിക്കും. അതുകൊണ്ടായിരിക്കും നമ്മൾ ഡിസിപ്ലിൻ ചെയ്യപ്പെടുന്നില്ല എങ്കിൽ. ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, എനിക്ക് എന്താ ഒരു കഷ്ടത ഇല്ലാത്തത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കർത്താവിനെ ചോദിച്ചിട്ടുണ്ട്, കർത്താവ് എത്രയോ വിശുദ്ധന്മാരുടെ കഥ ഞാൻ വായിച്ചിട്ടുണ്ട്, എല്ലാവർക്കും കഷ്ടമാണ്. എന്റെ കൂടെ സ്നാനപ്പെട്ടവരെല്ലാം ഭയങ്കര കഷ്ടതയിൽ കൂടെ പോയി, എനിക്ക് മാത്രം ഒരു പ്രശ്നവുമില്ല. എനിക്കന്ന് കർത്താവിനെ അത്ര അനുഭവിക്കാനും പറ്റുന്നില്ല. അപ്പൊ ഞാൻ വിചാരിക്കായിരുന്നു, ദൈവം എന്നെ മൈൻഡ് ചെയ്യുന്നതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് എനിക്ക് ഇതൊന്നും ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് ഞാൻ പ്രൂൺ ചെയ്യപ്പെടാത്തത്? ഇപ്പൊ എബ്രായ ലേഖനം വായിച്ചപ്പോൾ അങ്ങനെയുള്ള ബാലശിക്ഷ നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കൗലടയന്മാർ അത്രയെന്ന് പറഞ്ഞ് വായിക്കാൻ ചെയ്തു കഴിഞ്ഞിട്ട് എനിക്ക് ആകെ വെട്ടളായി പോയി. അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, നിനക്കുള്ളത് വരാൻ പോകുന്നേ ഉള്ളൂ, പടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ. യു വിൽ ഗെറ്റ് യുവർ ഡ്യൂ വെൻ യു ഗ്രോ അപ്പ്. അത് കർത്താവ് തീർച്ചയായിട്ടും കൃത്യമായിട്ട് തോന്നും. പക്ഷെ ഒരു കഷ്ടമായിട്ടൊന്നും തോന്നിയില്ല. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ അയ്യോ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എന്ന് ഒരു അത്ഭുതത്തോടെ ചിന്തിക്കുന്നുണ്ടെന്നുള്ളത് അനുഭവിച്ചപ്പോൾ അത് കഷ്ടമായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. തിരിഞ്ഞു നോക്കുമ്പോഴും സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഒരു പേപ്പറിലോട്ട് എഴുതി വെച്ചിട്ട് വായിച്ചു നോക്കിയാൽ ഭയങ്കര കഷ്ടമായിട്ട് തോന്നും. അത്രേ ഉള്ളൂ, അതല്ലാതെ അതിൽ കൂടുതലൊന്നും. അപ്പൊ ഈ കഷ്ടതകൾ ദൈവം എല്ലാവർക്കും പ്രൂണിങ്ങിനും വിശദീകരണത്തിനും വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളൊന്നും നല്ലതല്ല. എന്നാൽ ദൈവം തക്ക സമയത്ത് വിടുവിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കും. കർത്താവെ, എനിക്ക് വയ്യ, താങ്ങാൻ വയ്യ, ഈ കഷ്ടത ഭയങ്കര കഠിനമായിരിക്കും. നമുക്ക് എന്തുമല്ല കർത്താവിനെ പ്രാർത്ഥിക്കാം. കർത്താവെ, എനിക്ക് ഇതൊന്ന് മാറ്റി തരണേ, എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ കർത്താവ് ഒരു പോക്കുവഴി ഉണ്ടാക്കി തരും. താങ്ങാനാകാത്ത പരീക്ഷ തരാത്തതുകൊണ്ട് എന്ത് ചെയ്യും? ഇതിന് രക്ഷപ്പെടാൻ ഒരു പോക്കുവഴി ഉണ്ടാക്കി തരും.